ഭഗവാൻ പറയുന്നുണ്ട്, ഇനി പറയാൻ പോകുന്നുണ്ട് അർജുനനോട്, തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യകാര്യവ്യവസ്ഥിതവും. നിനക്ക് ശാസ്ത്രമായിരിക്കട്ടെ പ്രമാണം നിന്റെ ചെയ്തികൾക്കെല്ലാം, കാഴ്ചകൾക്കെല്ലാം, എല്ലാറ്റിനും. അപ്പൊ ഇതാ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യം. നീ തിദിക്ഷയുള്ളവനായിട്ടിരിക്കൂ, നീ സമത്വത്തെ പാലിക്കുന്നവൻ. സമത്വം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാതെ സന്തോഷം എന്തെങ്കിലും വരുമ്പോ അയ്യോ ഭഗവാനെ പേടിയാവും എനിക്ക് സന്തോഷിക്കാൻ, ഞാനൊന്നും പറയുന്നില്ല, അങ്ങനെയല്ല. നിങ്ങൾ എന്തും, അതായത് ദയവ് ചെയ്ത് ഈശ്വരനോട് പ്രാർത്ഥിക്കാതിരിക്കൂ ഭഗവാനെ എന്നെ കിടത്താതെ കൊണ്ടുപോകണേ എന്നൊന്നും. നിങ്ങൾ പറഞ്ഞോളൂ, എപ്പോഴത്തെയും ഞാൻ റെഡിയാണ് ഭഗവാനെ. നാട്ടു റോട്ടിൽ എന്താ നായ കടിച്ചു വലിക്കുകയാണെങ്കിലും അങ്ങയുടെ നിശ്ചയം എന്താണോ അതൊക്കെ നടക്കട്ടെ, ഞാൻ എന്നും സാക്ഷിയായിരിക്കും അത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊന്നും വേണ്ട. എനിക്ക് രോഗം വരരുതേ, എന്നെ അവിടെ കിടത്തരുതേ, ഇവിടെ കിടത്തരുതേ. എല്ലാം അറിയുന്നവനായി ഞാൻ അങ്ങനെ ഇരിക്കും. അങ്ങയുടെ ഈ അതിസുന്ദരമായ ഭൂമിയിൽ, ഈ വിശ്വത്തിൽ, ആ വിശ്വകരങ്ങളെ, അദൃശ്യമായ ആ വിശ്വകരങ്ങളെ നോക്കിക്കൊണ്ട് ആ തലോടലിനായി, സ്പർശനത്തിനായി, സാന്ത്വനത്തിനായിട്ട് ഞാൻ എപ്പോഴും തയ്യാറായിരിക്കും. ആ ഒരു ഭാവത്തിൽ വേണമെന്ന് പറയും. അല്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അച്ഛന്റെ നേരെ, അമ്മയുടെ നേരെ, അമ്മാവന്റെ നേരെ, ഭാര്യയുടെ നേരെ, ഭാര്യയുടെ അച്ഛന്റെ നേരെ, മരിച്ചുപോയ അവരുടെ പാവ അമ്മാവന്റെ നേരെ, ആ കാരണവരാണ് ഇതിനൊക്കെ കാരണം. എന്തിനു വെറുതെ അല്ലേ? യം ഹി ന വ്യതയന്തേതേ പുരുഷം പുരുഷർഷഭ സുഖദുഃഖ സമം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. എങ്കിൽ നാം അമൃതത്വത്തിന് അർഹരാണ്, യോഗ്യരാണ്. അർജുനന്മാരുടെ മുഴുവൻ സാധ്യതകളും ഇവിടെയാണ്. ഇവിടെ മുഴുവൻ സാധ്യത. അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറയുന്നു, ന കമ്പതേ ജ്ഞഃ അചല സിന്ധുവാരിവത് മേരുഹു ഇവ അപ്രകമ്പനവത്. മേരുവ് പോലെ, പർവ്വതം പോലെ ഇളകാത്തവനായിട്ട്, സമുദ്രം പോലെ അതിന്റെ അടിത്തട്ടിൽ, ആ സമുദ്രത്തിൽ ഒരിളക്കുമില്ല എന്ന് പറയും. അതുപോലെ നിലകൊള്ളണം എന്ന് പറയാം. അവനാണ് അമൃതത്വത്തിന് അർഹൻ. അല്ലാതെ കുറെ അമ്പലത്തിൽ പോയിട്ടോ, കുറെ ശബരിമലയ്ക്ക് പോയിട്ടോ, കുറെ വഴിപാട് ചെയ്തിട്ടോ, പാൽപ്പായസം കഴിച്ചിട്ടോ, ആ പാൽപ്പായസം കഴിക്കുന്നവൻ അമൃതം, അത് പഞ്ചാമൃതം എന്നൊക്കെ, പഞ്ചാമൃതം സേവിച്ച അമൃത് കിട്ടോ? ഇല്ല. അതൊക്കെ ചെയ്തോളൂ, അതൊക്കെ അറിയുക. എന്തിനു വേണ്ടിയിട്ട്? ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് ഇതൊക്കെ സഹായിക്കും. ക്ഷേത്രങ്ങൾ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നതാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എന്റെ ശരീരത്തിനകത്തേക്ക് തന്നെയാണ്. ഗർഭഗൃഹത്തിനകത്തിരിക്കുന്ന പ്രതിഷ്ഠ, അതിൽ കണ്ണടയ്ക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഗർഭത്തിൽ എന്താണോ എന്റെ അകത്തിരിക്കുന്നത്, എന്റെ അകത്തിരിക്കുന്ന ദേവനെ നോക്കാൻ ഇങ്ങനെയൊരു ദേവപ്രതിഷ്ഠ സഹായകമായിരിക്കും. ആ ഒരു എന്നെ അറിയാൻ എന്റെ തന്നെ പ്രതിരൂപമാണ് ഈ ക്ഷേത്രം. ആ ശ്രദ്ധയോടുകൂടി വേണം പോവാൻ. അതല്ല വാച്ച് നോക്കി എന്താ ഈ തിരുമേനി ഇത് തുറക്കാത്തത്, ഇയാളാണ് ഈ തുറക്കുന്നില്ല, മനുഷ്യന് ബസ് പോകുന്നാ തോന്നണത്, ഇയാൾ ഉറങ്ങിപ്പോയി അതിന്റെ ഉള്ളിൽ, ഇങ്ങനെ ഏത് നേരം പ്രാർത്ഥിക്കണം രാമ 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 രാമ. ഈ വാച്ച് ഇങ്ങനെ നോയിക്കൊണ്ട് ഇത് ബാഗും അതും ഇത്, പിന്നെ അവിടെ ചെരുപ്പുണ്ട്, അത് ആരെങ്കിലും കൊണ്ടുപോകുമോ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ. അതെ. എന്നിട്ട് പറയുന്നുണ്ട്, കായേന വാചാ മനസേന്ദ്രിയോദ്യാത്മനാ പ്രകൃതേ സ്വഭാവം കരോമി യദ്യ സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി ഗുരുവായൂരപ്പ. പുറത്തിറങ്ങി നോക്കുമ്പോ ചെരുപ്പ് കാണാനില്ല. അപ്പൊ പറയും, ഈ കള്ളന്മാര് ഒരു കാലത്തും നന്നാവില്ല. അപ്പൊ ചെരുപ്പൊഴികെ ബാക്കിയെല്ലാം സമർപ്പിച്ചു. സർവം സമർപ്പയാമി എന്നാ പറഞ്ഞത്. നാരായണേതി സമർപ്പയാമി, ഏത് മുഴുവനായിട്ട്. ഇതെത്ര സമർപ്പിക്കും നമ്മൾ? ഒരാളിത് ഇങ്ങനെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കും. ഇഷ്ടദാനം എത്ര കൊടുക്കാം? എത്ര പ്രാവശ്യം നമ്മുടെ സ്വത്തുവകകളും ഒക്കെ കൊടുക്കാൻ പറ്റും? ഒരിക്കൽ മതി, ഒരിക്കൽ പറഞ്ഞാൽ മതി ഭഗവാനോട്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാനെ എല്ലാം കരചരണകൃതം വാ കായജം കർമ്മജം വാ. കരം കൈകൊണ്ടും കായം കൊണ്ടും ശരീരം, അതായത് കായം കൊണ്ട് അബദ്ധത്തിൽ അതുണ്ടായ അതല്ല, അത് കായം കൂടിയതിന് ഉള്ളൊരു മന്ത്രാണെന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അഥവാ കായം കൂടിയാൽ ഈ മന്ത്രം ജപിച്ചാൽ മതി. കായേന വാച
അത് ഇന്നലെ ആനയ്ക്ക് സംഭാവന പോലെ അത് വെച്ചടിച്ചു വിടുന്നു പറയാം. ഹാ ചേർത്ത സംസ്കൃതമായി എന്നാണ്. എന്തിനും മന്ത്രമുണ്ട്. ഭഗവാൻ ഈ ഒരു അത്യുദാത്തമായ ജീവിത ദർശനം അങ്ങനെയാണ്. അതാണ് നമ്മൾക്ക് ഏതൊരു ലോകമാണോ ദുരിതമാർന്നത് എന്ന് തോന്നിയിരുന്നത് അതിനൊക്കെ ഒരു നവം ചേതന എന്ന് പറയാം. ഇന്നലത്തെ സൂര്യനല്ല ഇന്ന് നോക്കുമ്പോൾ. ഇന്ന് സൂര്യൻ ഒരു പുതിയ സൂര്യനാണ്. ഇന്നലത്തെ അയൽക്കാരനല്ല ഇന്നത്തെ അയൽക്കാരൻ. ഇന്നലത്തെ അമ്മയല്ല ഇന്നത്തെ അമ്മ എന്ന് പറയാം. ഓരോ പ്രഭാതവും നമുക്ക് പുത്തനായിരിക്കും. അതല്ലേ എന്നും ഇത് തന്നെ, എന്നും ഈ ഇഡലി അല്ലെങ്കിൽ ഉപ്പുമാവ് അല്ലേ? ഒരാൾ ഓഫീസിൽ പറയത്ര ദിവസവും ഇതിങ്ങനെ തുറന്നിട്ട് എന്നും ഈ ഉപ്പുമാവ്, നശിച്ച ഉപ്പുമാവ്. ആരോ ചോദിച്ചു, ഇന്ന ഭാര്യയോട് പറഞ്ഞൂടെ ഒന്ന് മാറ്റി ഉണ്ടാക്കാൻ. അല്ല, ഞാൻ തന്നെ ഇതുണ്ടാക്കുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ തന്നെ എന്റെ തന്നെ കമന്റാ, എന്നും ഈ നശിച്ചത്. ഇതന്നെയാ നമ്മൾ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയും ഇതൊന്നും ഒരു കാലത്തും രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു കണ്ണാടി ഈ 2-ാം അധ്യായത്തിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഭഗവാൻ ഇത് അങ്ങേയറ്റം പ്രായോഗികമാണ്. അപ്രായോഗികം, അതായത് ഇത് നിങ്ങൾ അങ്ങനെ എന്താ പറയാ അസാധ്യമാണ് എന്ന് കരുതുകയോ വേണ്ട. അസാധ്യമായതിനെ സുസാധ്യമാക്കുന്ന കലയാണ് ഗീത. അറിഞ്ഞോളൂ, ഒരു സംശയവും വേണ്ട. അയ്യോ സ്വാമി, ഗീത പറയാനൊക്കെ എളുപ്പമില്ല, പറയാനാ ബുദ്ധിമുട്ട്. ശാസ്ത്രം പറയാനാ ബുദ്ധിമുട്ട്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ഏനവാഗ്ന അഭ്യുദ്യതേ. വാക്കുകൾ അവിടെ പോവില്ല എന്ന് പറയാം. പക്ഷെ ജീവിക്കാൻ എളുപ്പമാണ് അത്ര ഗീത. എളുപ്പം, പറയുന്നതിനേക്കാൾ എളുപ്പം ജീവിക്കുന്നതിനാണ്. ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കാര്യം സ്വാമി പറയട്ടെ. ഇതിൽ നമുക്കുണ്ടാകാൻ പോകുന്നത്, അതായത് നിങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ജീവിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ ഈ ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവില്ല. ഇതറിയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു എന്താ പറയാ സന്തോഷവും വലിയൊരു സമാധാനം കിട്ടും. ഞാനപ്പം തെറ്റല്ല അല്ലേ ഇതുവരെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്ഥിരയ്ക്കകത്ത് ഇതുണ്ട്. ഇതിനൊരു സമ്മതം കിട്ടിയാൽ മതി. ഇപ്പൊ ഭൂമി 10 സെന്റ് ഭൂമി മേടിച്ചു നമ്മുടേതാണെന്ന് പറയുമ്പം അത് ആധാരം നമ്മുടേത് ആക്കി ഇങ്ങോട്ട് എഴുതി മേടിച്ച് പത്രം അലമാറയിൽ വെക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. അതുപോലെ നമുക്ക് മനസ്സിലാവും എന്നിൽ നിന്ന് എന്തൊക്കെ മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളതിനെയൊക്കെ ഭദ്രമായിട്ട് അതിനൊക്കെ ഒരു സമ്മതി പത്രം. അത് തന്നെ വലിയ ആശ്വാസം നൽകുന്നതാണ്. അതാണ് നിങ്ങളെയൊക്കെ ആകർഷിച്ച് ഇവിടെ ഇരുത്തിയതും. അല്ലാതെ നിങ്ങളൊന്നും മോശക്കാരാണ്, ഇനി ഇത് പഠിച്ച് നന്നാവണം, അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. നിങ്ങൾ ഈ സത്യം അറിഞ്ഞവരായിരിക്കാം വേറൊരു പ്രകാരത്തിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഇത് തന്നെയാണോ ഞാൻ അറിഞ്ഞതെന്ന്. അതുകൊണ്ട് ഈ ഒരു ക്രമത്തിലുള്ള ഈ ഒരു പദ്ധതി ഇത് നമ്മളിവിടെ സ്വായത്തമാക്കുന്ന സമയത്ത് നമുക്കൊരു പുതിയ ഈ അദൃശ്യമായ കരം അത് നമുക്ക് മനസ്സിലാവും. ആ ഭഗവാൻ എന്ന എന്താ പറയുക ആ ചേതന ഏത് പ്രകാരത്തിലാണ് എന്റെ കർമ്മത്തിൽ അത് സ്വാധീനിച്ചത് എന്നൊക്കെ അതിനെക്കുറിച്ചാണ് ഇനി വിസ്തരിക്കാൻ പോകുന്നത് ഭഗവാൻ. അർജുനനോട് പറയണു, അല്ലെങ്കിൽ നമ്മെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മോട് പറയുന്നു, ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെക്കുറിച്ച് നാം ദുഃഖിക്കുന്നു, മാത്രമല്ല പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. അല്ലയോ അർജുന, പാണ്ഡിത്യവും ദുഃഖവും ഒരുവനിൽ ഒരേ സമയം നിലകൊള്ളുന്നതല്ല. അതുകൊണ്ട് ഉള്ളതിനെക്കുറിച്ചോ ഇപ്പോൾ ഉള്ളവരെക്കുറിച്ചോ ഇന്നലെ ഇല്ലാത്തവരെക്കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്താണ് എന്നും ഉള്ളത്, എന്താണ് നിന്റെ സ്വരൂപം, ത്വം നീ ആരാണ്, ആ
തത്വമസി മഹാവാക്യത്തിലെ ത്വം പദ അർത്ഥ നിരൂപണമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള 6 അധ്യായങ്ങളിൽ, അതായത് 6 വരെ ഉള്ള അധ്യായങ്ങളിലെ വിഷയം തന്നെ അതാണെന്ന് പറയാം. തത്വമസി മഹാവാക്യമാകുന്നു ഭഗവത്ഗീത എന്ന് പറയാറ്. അപ്പൊ ത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അശോച്യാൻ അന്വ ശോചഹ ത്വം. ത്വം അതിനെ അന്വയിപ്പിക്കുമ്പം ത്വം ആണ് ആദ്യം വരിക. ത്വം അശോച്യാൻ അന്വശോചഹ. അപ്പൊ ആരാണ് നീ? ദുഃഖത്തിന് അവകാശമില്ലാത്തവരാണ് നാം. അപ്പൊ നമ്മുടെ സ്വരൂപം ശാസ്ത്രം ആചാര്യന്മാര് പറയുന്നു ആനന്ദമാണ് എന്ന്. ആനന്ദമാണ് നമ്മുടെ സ്വരൂപം. അത് അല്പമാത്രമായി നിദ്രയിൽ നാം അത് അനുഭവിക്കുന്നുണ്ട്, ആനന്ദം. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ നിദ്രയാണ്, ഇല്ലേ? ഒന്നും അറിയാതെ ഇരിക്കലാണ് നമുക്കിഷ്ടം. ഒന്നും അറിയണ്ട, നിദ്രയിൽ എന്തെങ്കിലും അറിയണം. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം അറിയണം. ഇങ്ങനെ 2 വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പം ആനന്ദസ്വരൂപമാണ് നമ്മുടെ സ്വരൂപം, ആനന്ദമാണ്. തുടർന്ന് ഭഗവാൻ ഉപദേശങ്ങൾ തുടങ്ങി. ഇതിപ്പോ വേദാന്തത്തില് ഒരു കാര്യം പറയുന്നതിന്, ഒരു ചർച്ചയിൽ വേണ്ട 4 കാര്യങ്ങളുണ്ടെന്നാണ്. അതിലൊന്നാമത് വേണ്ടത് ഒരു പ്രതിജ്ഞ ഉണ്ടായിരിക്കണം. 2 ഹേതു അല്ലെങ്കിൽ ഉദാഹരണം, 3 ഹേതു, 4 നിഗമനം. വേദാന്ത ശാസ്ത്രത്തിൽ ഈ രീതിയിൽ സത്യം അവതരിപ്പിക്കാറുണ്ട്, സത്യത്തെ. അപ്പൊ പ്രതിജ്ഞ, ഇവിടെ ഭഗവാൻ കൊടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റാണ്. നാം ഒക്കെ ആനന്ദ സ്വരൂപികളാണ് എന്നുള്ളതാണ്. അപ്പം ഇത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി വേദാന്ത ശാസ്ത്രത്തില് അവർ പറയും, പ്രതിജ്ഞ എന്നുള്ളതിനെ പർവ്വതോ വന്യമാൻ. പർവ്വതം അഗ്നിയോട് കൂടിയതാണ്. പർവ്വതത്തിൽ അഗ്നിയുണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റാണ്. അപ്പൊ ഇതിലാണ് അവർ തർക്കം തുടങ്ങി. എങ്ങനെ പർവ്വതത്തിൽ അഗ്നിയുണ്ട്? അതിനെന്താണ് നിങ്ങൾക്ക് കാണിക്കാനുള്ള നിഗമനം അല്ലെങ്കിൽ ഹേതു? എന്താ നിഗമനല്ല, സോറി, ഹേതു ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഹേതു. അപ്പൊ ഹേതു എന്താണ്? തത്ര ധൂമഃ അസ്തി. അവിടെ പുകയുണ്ട് എന്നുള്ളതിനാണ്. അതൊരു ഹേതുവാണ്, പുക. ഇനി വേണം ഉദാഹരണം. അവിടെയുള്ള ആ ഹേതുവിനെ വേറൊരു പ്രകാരത്തിൽ ഉദാഹരിച്ച് കാണിക്കണം. അപ്പൊ അടുത്തതായിട്ട് ഉദാഹരണം വേണം. ഏത് ചർച്ചയും നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബഹളമൊന്നും ഉണ്ടാവില്ല. ഒരു പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് മിനിസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ 4 കാര്യം ഉണ്ടെങ്കിൽ ബഹളം ഉണ്ടാവില്ല. ഒരു പ്രതിജ്ഞ ഉണ്ടായിരിക്കുക, ഹേതു ഉണ്ടായിരിക്കുക, ഉദാഹരണം, പിന്നെ എത്തിച്ചേരലാണ് നിഗമനം. അപ്പൊ ഇവിടെ പർവ്വതോ വന്യമാൻ എന്നത് പ്രതിജ്ഞ, തത്ര ധൂമഃ അസ്തി എന്നത് ഹേതു, അവിടെ പുകയുണ്ട് എന്ന്. ഇനി ഉദാഹരണം പറയുന്നു, യഥാ മഹാനസഃ. യഥാ മഹാനസഃ എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരത്തിലാണോ അടുക്കളയിൽ, മഹാനസ എന്ന് പറഞ്ഞാൽ അടുക്കള. അപ്പൊ അടുക്കളയിൽ പുകയുണ്ട്. എന്തുള്ളത് കൊണ്ട്? അഗ്നിയുള്ളത് കൊണ്ട്. ഇനി നിഗമനമാണ്, എത്തിച്ചേരല. യത്ര യത്ര ധൂമഃ തത്ര തത്ര വന്യഃ. ഇതാണ് നിഗമനം. എവിടെ എവിടെ പുക, അവിടെ അവിടെ അഗ്നി. അപ്പൊ ഇതിന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈ ഒരു വിഷയം സംഗ്രഹിച്ച് അവതരിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് പുകയാവണം. പുക എന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്? അഗ്നിയിൽ നിന്നുണ്ടാകുന്നതാണ്, അത് മഞ്ഞായിക്കൂടെ എന്നൊക്കെയാണെങ്കിൽ അപ്പൊ അതിന് എതിർപക്ഷമുണ്ട്. എങ്ങനെയാണ് മഞ്ഞ് വീഴ്ച ഒരിക്കലും അടിയിൽ നിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് താഴേക്കാണ്. എന്നിട്ട് അതിനവിടെ വേറെയും എന്തു പറയും? ഹേതു, നിഗമനങ്ങളൊക്കെ നിരത്തും. അങ്ങനെ അവസാനം എത്തിച്ചേരുന്നതാണ് ഇത്. എത്ര എത്ര ധൂമഃ തത്ര തത്ര വന്യഃ. ഇതുപോലെ ഭഗവാൻ ഇവിടെ ആദ്യം തന്നെ പ്രതിജ്ഞ എടുക്കുന്നു. എന്താണ്? നമ്മളൊന്നും ദുഃഖിക്കാൻ അവകാശം ഇല്ലാത്തവരാണ്. നമ്മുടെ സ്വരൂപം തന്നെ സുഖമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സുഖിക്കാനാണ് നമ്മൾ ഈ ഓരോന്നും ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ ചെയ്ത് ഓരോന്നിന്റെ പിറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സ്വരൂപം തന്നെ അതാണ്.
ഈ നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പം നമ്മുടെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? നല്ല ഉറക്കത്തിൽ അങ്ങനെ വളരെ നിവർന്ന് സ്റ്റഡി ആയിട്ടൊന്നും ആയിരിക്കില്ല. എത്രത്തോളം ഒരു അണ്ടിപ്പരിപ്പ് പോലെ ആകാമോ അത്രത്തോളം അത് അങ്ങനെയാവും, ഇല്ലേ? എന്നിട്ട് വളയാൻ കഴിയുന്നത്ര വളയും. രണ്ട് കൈയും അങ്ങനെ കൊണ്ടുപോയി വളഞ്ഞ് ചുരുളൻ പുഴുവിനെ പോലെയാവും. എന്താണത്രേ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത്? മാതൃഗർഭത്തിൽ ഏത് പ്രകാരത്തിലാണോ അതുപോലെ അങ്ങോട്ട് പോവാൻ. അവിടുന്നും പരമകാരണത്തിലേക്ക് പോവാനുള്ള ഒരു ശരീരത്തിന്റെ ഒരു പ്രയത്നമാണത്. അതുകൊണ്ടാണ് ഈ കൈയും കാലും ഒക്കെ ചുരുളുന്നത്. ആ പരമകാരണത്തിൽ എത്തിച്ചേരണം. എവിടുന്നാണ് ഞാൻ ഉണ്ടായത്? ഭഗവാൻ ചർച്ച ചെയ്യാൻ പോവാണ് ഈ വിഷയം. പറയുന്നു, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. അഹം തു ജാതു ന ആസം ന. ഞാനാകട്ടെ ഒരിക്കലും ഉണ്ടാകാതിരുന്നിട്ടില്ല, എന്നാൽ ഞാൻ എന്നും ഉള്ളവനാണ്. ഇതാണ് ഭഗവാൻ ആദ്യം പറയുന്നത്. ത്വം ച, നീയും, ന ആസീഹി ന, നീയും ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല. ഇമേ ജനാധിപാഹ ന ആസൻ ന, ഈ രാജാക്കന്മാരും ഉണ്ടാകാതെ ഇരുന്നിട്ടില്ല. വയം സർവേ ന ഭവിഷ്യാമഹ, നമ്മളെല്ലാവരും തന്നെ ഇനിമേലിലും ഉണ്ടാകുകയും ചെയ്യും, ഇല്ലാതിരിക്കുകയും ഇല്ല. നച ഏവ, ഇല്ലാതിരിക്കുകയും ഇല്ല. ഇതാണ് പ്രപഞ്ചത്തിന്റെ സ്വരൂപം. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ലാതെയാകുന്നില്ല. ഒന്നും ഇല്ലാതെയാകുന്നില്ല. ഇനി എന്താണ് ഇല്ലാതെയാകുന്നത്? എന്താണ് ആവിർഭവിക്കുന്നത്? എന്താണ് ജനനം? എന്താണ് മരണം? ഇവിടെ ഭഗവാൻ പറയുന്നു, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തി ധീരഃ തത്ര ന മുഹ്യതി. ദേഹിനഃ അസ്മിൻ ദേഹേ, അസ്മിൻ ദേഹേ ദേഹിനഃ നമ്മളോട് പറയുകയാണ്. അപ്പൊ ഭഗവാൻ പാരമാർത്ഥിക തലത്തിൽ നിന്നുകൊണ്ട് സത്യം രണ്ട് പ്രകാരത്തിലാണ്. രണ്ടാം അധ്യായം ശരിക്കും മനസ്സിലാക്കി പോണം. സ്വാമിക്ക് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പിറകിലേക്ക് വരാൻ, കാരണം ഇത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോ തലത്തിൽ നിന്ന് പറയുന്നതായിരിക്കും. സത്യത്തെ അവതരിപ്പിക്കുന്നത് രണ്ട് പ്രകാരത്തിലാണ്. ഒന്ന് സത്യത്തിന്റെ വ്യാവഹാരിക തലം, രണ്ട് പാരമാർത്ഥിക തലം. എങ്ങനെയാണോ നാം മഹാഭാരതത്തിന് ഒരു സൂക്ഷ്മരൂപവും സ്ഥൂലരൂപവും കൽപ്പിച്ചത്, ഇതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്, വലിയ സങ്കീർണമായിട്ടുള്ളതൊന്നുമല്ല. പാരമാർത്ഥിക തലത്തില്, വ്യാവഹാരിക തലത്തില്. ഇവിടെ ഭഗവാൻ വ്യാവഹാരിക തലത്തിലേക്ക് വരുന്നു. ആദ്യം എന്തു പറഞ്ഞു? പാരമാർത്ഥിക തലത്തിൽ പറഞ്ഞു. അത് പാരമാർത്ഥിക തലത്തിൽ പറയുമ്പോൾ നമ്മളൊരു ഉദാഹരണം ഉദാഹരിക്കുകയാണെങ്കിൽ, സൂര്യോദയം സൂര്യാസ്തമയം ഇല്ലാത്തതാണ്. എവിടെ? പാരമാർത്ഥിക തലത്തിൽ. ആത്യന്തികമായി സൂര്യന് ഉദയവുമില്ല അസ്തമയവുമില്ല. അതിന് നാം എന്തു വേണം? സൂര്യനിലേക്ക് ചെല്ലണം. സൂര്യന്റെ തലത്തിൽ നിന്ന് വേണം സൂര്യന് ഉദയവുമില്ല അസ്തമയവുമില്ല എന്നറിയാൻ. ഇതൊരു പാരമാർത്ഥിക സത്യമാണ്. എന്നാൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തുണ്ട്? സൂര്യോദയവും സൂര്യാസ്തമയവും ഉള്ളത് തന്നെയാണ്. അപ്പൊ സൂര്യോദയവും സൂര്യാസ്തമയവും, ആ സൂര്യോദയത്തിൽ നമ്മൾ കഥ എഴുതി, കവിത എഴുതി, ചിത്രം വരച്ചു, അതൊക്കെ സത്യമാണോ? സത്യമാണ്. പാരമാർത്ഥിക തലത്തിലോ നിങ്ങളുമില്ല, ചിത്രവുമില്ല, സൂര്യനുമില്ല, ഒന്നുമില്ല. ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. നമുക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് പാരമാർത്ഥികമായിട്ടുള്ള സത്യത്തെ എടുക്കും. ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് കാശ് കൊടുക്കാനില്ല എന്ന് പറയുമ്പം അഹം ബ്രഹ്മാസ്മി എന്ന്. അതെങ്ങനെയാ ശരിയാവുക? അങ്ങനെ ശരിയാവില്ല. അതുകൊണ്ട് ഭഗവാൻ ഇതാ വ്യാവഹാരികമായിട്ടുള്ള ആ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. അസ്മിൻ ദേഹേ, ഈ ശരീരത്തില് കൗമാരം യൗവനം ജരാ യഥാ ഭവതി. ഏത് പ്രകാരത്തിലാണോ നമുക്ക് ഒരു ബാല്യാവസ്ഥ, കുമാരാവസ്ഥ, യൗവനാവസ്ഥ ഇത്യാദികളൊക്കെ ഉള്ളത്, അതുപോലെ തഥാ ദേഹിനഃ ദേഹാന്തര പ്രാപ്തി,
അനന്തരം ദേഹത്തിനൊരു പരിണാമം, മാറ്റം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഭഗവാൻ മരണത്തെ ജനനത്തെയും നിർവചിച്ചു കഴിഞ്ഞു. ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്നത് ജനനമെന്നും പഴയ രൂപം കൈവെടിയുന്നത് മരണമെന്നും. ഇത്രയുള്ളൂ മരണം. ഭഗവാൻ ഇതാ വ്യാവഹാരികമായിട്ടുള്ള ആ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. അസ്മിൻ ദേഹേ, ഈ ശരീരത്തില് കൗമാരം യൗവനം ജരാ യഥാ ഭവതി. ഏത് പ്രകാരത്തിലാണോ നമുക്ക് ഒരു ബാല്യാവസ്ഥ, കുമാരാവസ്ഥ, യൗവനാവസ്ഥ ഇത്യാദികളൊക്കെ ഉള്ളത്, അതുപോലെ തഥാ ദേഹിനഃ ദേഹാന്തര പ്രാപ്തി, അനന്തരം ദേഹത്തിനൊരു പരിണാമം, മാറ്റം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഭഗവാൻ മരണത്തെ ജനനത്തെയും നിർവചിച്ചു കഴിഞ്ഞു. ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്നത് ജനനമെന്നും പഴയ രൂപം കൈവെടിയുന്നത് മരണമെന്നും. ഇത്രയുള്ളൂ മരണം. അപ്പൊ എന്നിൽ തന്നെ എത്രയോ ജനനം ഉണ്ടായിക്കഴിഞ്ഞു. എന്റെ ബാല്യം മരിച്ചിട്ടാണല്ലോ എന്നിലെ യുവാവ് ജനിച്ചത്. എന്നിലെ യുവാവ് മരിച്ചിട്ടാണല്ലോ എന്നിലെ വൃദ്ധൻ ജനിച്ചത്. ആ എന്നിലെ വൃദ്ധൻ മരിച്ചു കഴിഞ്ഞാൽ ആ വൃദ്ധന് മറ്റൊരു പരിണാമമുണ്ട് എന്ന് പറയാം. അപ്പൊ പല പരിണാമങ്ങളും നഗ്ന നേത്രങ്ങൾക്ക് കാണുന്നതും കാണാൻ പറ്റാത്തതും ഒക്കെയുണ്ട്, പലതുമുണ്ട്. ഇനി അങ്ങനെ നോക്കിയാൽ, വ്യവഹാരത്തിൽ നോക്കിയാലും ദുഃഖത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് ധീരഃ തത്ര നമുഹ്യതി, ധീരൻ, ബുദ്ധിമാൻ, ജ്ഞാനി, നമുഹ്യതി, മോഹിക്കുന്നില്ല എന്ന് പറയാം. അപ്പൊ വ്യവഹാരത്തിലും ഭഗവാൻ ഇവിടെ കേവലം ശരീരമല്ല നാം എന്നും, എന്താണ്, ആന്തരികമായ അവബോധമാണെന്നും എല്ലാറ്റിൻ്റെയും സാക്ഷിയാണെന്നും പറയുന്നു. കാരണം ഈ മാറ്റങ്ങൾക്കൊക്കെ സാക്ഷിയായിരുന്നു ഞാൻ. എന്നിലുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ്? അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി ഇതി ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം എന്ന ആചാര്യൻ. 6 പരിണാമങ്ങൾക്ക് വിധേയമാണ് ശരീരം. ഉണ്ട്, വളർന്ന്, വലുതായി, പരിണമിച്ച്, ക്ഷയിച്ച് ഇല്ലാതെയാവുന്നത് ശരീരത്തിനാണ് ഈ മാറ്റം എന്ന് പറയാം. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, മാത്രാഹ സ്പർശാഹ തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാപായിന അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. അല്ലയോ അർജുന, കൗന്ദേയ, മാത്രാഹ സ്പർശാഹ തു, മാത്രാഹ സ്പർശാഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും. മാത്രം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റുന്നത്. ആ ശബ്ദം തന്നെ ഗംഭീരമാണ്. അളന്നെടുക്കുന്നതാണ് അത്രേ ഇന്ദ്രിയങ്ങളൊക്കെ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പം നേത്രം അളന്നിട്ടാണ് കാഴ്ചയെ എടുക്കുന്നത്. അതിനൊരളവുണ്ട്. കേൾവിക്കൊരളവുണ്ട്, രസത്തിനൊരളവുണ്ട്. അത് അളന്ന് തിട്ടപ്പെടുത്താവുന്നത് മാത്രം എന്ന് പറഞ്ഞാൽ അളന്നെടുക്കാവുന്നത് എന്നാണ്. അത് അപരിമേയമല്ല. മാത്രാഹ സ്പർശാഹ, ഇന്ദ്രിയ വിഷയങ്ങൾ. ഇങ്ങനെ എന്തൊക്കെയാണത്? ശീതോഷ്ണ സുഖ ദുഃഖദാഹ. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, മാനം, അപമാനം, സന്തോഷം, സന്താപം ഇത്യാദി ദ്വന്ദ്വങ്ങൾ. ഇതിന് വേദാന്തത്തില് ദ്വന്ദ്വങ്ങൾ എന്ന് പറയും. രണ്ടുകൾ, വിപരീത സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഇതെല്ലാം തന്നെ എന്താണ്? ഹേ ഭാരത, അല്ലയോ അർജുന, ആഗമാപായിന അനിത്യാഹ, ഇത് വരുന്നതും പോകുന്നതുമാണ്. എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം ഇവിടെ നമ്മൾ കൈക്കൊള്ളേണ്ടുന്നത് ഭഗവാൻ പറയുന്നത് നല്ലൊരു ആതിഥേയനായിട്ടിരിക്കുകയാണ്. ആതിഥേയന്റെ ചുമതല എന്താണ്? അതിഥികളെ സൽക്കരിക്കുക. ഇതൊക്കെ അതിഥികളാണ്, വന്നു പോകുന്ന ആളുകളാണ്. നമ്മളൊരു കണ്ണാടിയെ പോലെ നിലകൊള്ളുക എന്ന് പറയാം. കണ്ണാടിയിൽ വിശ്വസുന്ദരി വന്നാലും വിശ്വവിരൂപി വന്നാലും കണ്ണാടി വിശ്വസുന്ദരിയെ സൂക്ഷിച്ച് വിശ്വവിരൂപിയെ റിജക്ട് ചെയ്യൊന്നുമില്ല. അത് വിശ്വസുന്ദരി വന്ന് പോയി കഴിഞ്ഞാൽ അത് പോയി, കൂട്ടത്തിൽ പോയി. വിശ്വവിരൂപൻ വന്നു കഴിഞ്ഞാലും അതിനെയും കാണിച്ച് കഴിഞ്ഞു. ഒന്നും ശേഖരിക്കുന്നില്ല. കാരണം എല്ലാറ്റിനെയും പ്രദർശിപ്പിക്കും. ഇങ്ങനെ നീ ഒരു സാക്ഷിയായി നിലകൊള്ളൂ. അതുകൊണ്ട് എന്താണ്? തിദിക്ഷസ്വ, തിദിക്ഷയുള്ളവനായിട്ടിരിക്കൂ, ഈ എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിക്രമിച്ചുകൊണ്ട്. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, യം ഹി ന വ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സുഖദുഃഖ സമം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. ഏതൊരുവനാണ് അമൃതത്വത്തിന് പാത്രീഭൂതനാകുന്നത്, യോഗ്യനാവുന്നത്, സമർത്ഥനാവുന്നത് എന്നൊക്കെ ഭഗവാൻ ഇവിടെ പറയാം.
ഹേ പുരുഷർഷഭ, അല്ലയോ പുരുഷ ശ്രേഷ്ഠ അർജുന, ഏതേ ഈ ഇന്ദ്രിയ വിഷയ സംബന്ധങ്ങളായിട്ടുള്ള ഈ വിഷയങ്ങളിൽ സുഖദുഃഖ സമം, സുഖത്തെയും ദുഃഖത്തെയും സമീകരിച്ചിട്ടുള്ള ധീരം, ആ ധീരനായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള യം പുരുഷം, ഏതൊരു പുരുഷനെ ന വ്യതയന്തി, ക്ലേശിപ്പിക്കുന്നില്ല, വ്യസനിപ്പിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല. ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങളുടെയും ഇന്ദ്രിയ വിഷയങ്ങളുടെയും അനുഭവങ്ങളിൽ സുഖദുഃഖത്തിൽ വർത്തിക്കുന്നത്, അവൻ അമൃതത്വത്തിന് യോഗ്യനല്ല. പിന്നെയോ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും അത് അതിന്റെ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു എന്നറിഞ്ഞ് അതിനെ സമദർശനം, സമം എന്ന് പറഞ്ഞാൽ ദർശനം എന്നാണ്. ഈ സമം എന്നുള്ള വാക്ക് നമുക്ക് പിടികിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഈ സമം എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വീട്ടിൽ നടന്നു, പലപ്പോഴും അതുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ഈ തെറ്റിദ്ധാരണയൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പം മകളുടെ കല്യാണമാണ്, നല്ലൊരു മകളുടെ കല്യാണം ആ നല്ല സമയത്ത്, അത് താലികെട്ട് നടക്കുന്ന സമയത്ത് അമ്മയുടെ വക ഭയങ്കര കരച്ചിൽ. എന്താണ്? ഇത് കാണാൻ എന്റെ ആ കുട്ടിയുടെ അച്ഛനില്ലല്ലോ എന്ന് പറഞ്ഞു. അച്ഛനില്ല എന്നൊരു സത്യമാണെന്ന് നിങ്ങൾ എന്തിന് ബാക്കിയുള്ളവരെയും കൂടെ വിഷമിപ്പിക്കണം? ആ സമയത്ത് ആ സമയത്താണ് ഇത് കയറി വരിക എന്ന് പറയും. അതിനൊക്കെ ഒരു സമയമുണ്ട്, അതൊക്കെ അവിടെ അടക്കി വെച്ചേക്കണം. ഇവിടെ ഈ മംഗളകരമായിട്ടുള്ള സമയത്ത് ആ മംഗളത്തെ, ആ ധന്യമായ മുഹൂർത്തത്തില് സന്തോഷത്തോടുകൂടി ഇരിക്കേണ്ട സമയത്ത് സന്തോഷമായിട്ടിരിക്കണം. ഇത് പ്രൊമോഷനായി വരുമ്പോഴും ആകെ ഇങ്ങനെ ആടിക്കുഴഞ്ഞുകൊണ്ടാകും. എന്ത്, ഇതൊന്നും കാണാൻ അച്ഛനില്ല. ഏതോ ഒരു സിനിമയിൽ സ്വാമി പണ്ട് കണ്ടിട്ടുണ്ട്. പ്രേമനസീർ ഇങ്ങനെ വന്നിട്ട് മരിച്ചു കിടക്കുന്ന അമ്മയോട് പറയാ, അമ്മേ കണ്ണു തുറക്കൂ, അമ്മയുടെ മകൻ 10ാം ക്ലാസ് പാസ്സായി വന്നിരിക്കുന്നു, കണ്ണു തുറക്കൂ. എന്തോ നമുക്ക് സിനിമയിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം ഒരു ഒരു അനുഭവം. ആ അനുഭവത്തിലേക്ക് കയറി വരുന്ന, ആ അനുഭവത്തെ വിലയിരുത്തുന്നതിന് പകരം ഭൂതകാലത്തിലെ ഏതോ അനുഭവവുമായി തട്ടിച്ച് വർത്തമാനകാലത്ത് ദുരിതം അനുഭവിക്കുന്നത് നമുക്കേറെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ അത്തരം ദുരിതത്തിലേക്ക് വീഴ്ത്താൻ നാം മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ സമം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സന്തോഷം വരുമ്പോൾ ദുഃഖിക്കലല്ല, അതിനെ അറിയുക. അതുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം ഇതൊക്കെ കഴിഞ്ഞു പോയാലും നിങ്ങൾ പറയും, ആ സ്വാമി അപ്പൊ അങ്ങനെയല്ലേ സുഖം വരുമ്പോൾ. കാരണം ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ ആ കട്ട ഉപ്പുണ്ടല്ലോ, ഉപ്പുകല്ല അങ്ങനെ ഇരിക്കുക, അത് വിളകുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ സമത്വത്തോടുകൂടിയുള്ള ഉൾക്കൊള്ളലിനെയാണ് ഭഗവാൻ ഇവിടെ ധീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു കഴിവുകെട്ടവന്റെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നുണ്ടാകുന്നതല്ല. സത്യത്തെ പൂർണ്ണമായി ആവാഹിക്കുന്ന ഒരു ശൈലിയാണ്, ഒരു വിശേഷ സ്വഭാവമാണത്. അത് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന കരുത്താണ്. സഹജമായി നേടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. അതിന് ശാസ്ത്രാനുഗ്രഹമെന്നോ ഗുരുവനുഗ്രഹമെന്നോ ഒക്കെ പറയാം. തുടർന്ന് ഭഗവാൻ എന്താ പറയാ, ഈ അധ്യായത്തിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ തന്നെ അതിപ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ വരുന്ന ശ്ലോകം എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള, ലോകത്തിലെ എവിടെയൊക്കെ സത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ, അത് ലോകത്തിന്റെ ഏത് കോണിലാവട്ടെ, ശാസ്ത്രവിശാരദന്മാരൊക്കെ, അത് ഭൗതികമായിട്ടുള്ള ശാസ്ത്രജ്ഞനും ഈ ആധ്യാത്മിക ശാസ്ത്രരംഗത്ത് വർത്തിച്ചിട്ടുള്ളവരും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ശ്ലോകാണിത്. നമുക്ക് നോക്കാം. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോഃ അപി ദൃഷ്ടഃ അന്തഃ സ്ത്വനയോ തത്വദർശിഭിഃ. വലിയ ഒരു സത്യം, ശാസ്ത്ര സത്യം ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് പറയുക. അസതഹ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയ്ക്ക്. ഇത് ഗംഭീരായിട്ടുള്ള സംഭവമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ ശ്രദ്ധിക്കൂ സ്വാമിയെ. അസതഹ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയ്ക്ക്. ഭാവഃ ന വിദ്യതേ.
ഉണ്മ സംഭാവ്യമല്ല. ഇല്ലാത്ത ഒന്ന് ഉണ്ടായിരിക്കുക എന്നത് ഇല്ലാത്തതാണ്. അസതഃ ഭാവഃ ന വിദ്യതേ. ഇല്ലാത്തതിന് ഉണ്മ എന്നത് ഉണ്ടാകുന്നതല്ല. മനസ്സിലായോ? ഇല്ലാത്ത ഒന്നിന് ഉണ്ടായിരിക്കുക എന്നത് ഒരിക്കലും സംഭാവ്യമല്ല എന്ന്. അസതഃ. പിന്നെയോ സതഃ, ഉള്ളതിന് അഭാവഃ ന വിദ്യതേ. ഉള്ളതിന് ഇല്ലായ്മയും ഉണ്ടായിരിക്കുന്നതല്ല. ഇല്ലാത്തതിന് ഉണ്മയോ ഉള്ളതിന് ഇല്ലായ്മയോ ഒരിക്കലും സംഭാവ്യമല്ല. ന വിദ്യതേ. അനയോഹോ ഉഭയോഹോ അപി. ഈ രണ്ടിന്റെയും നിശ്ചയം, അന്തഹാത്, ഈ രണ്ടിനെ കുറിച്ചുള്ള നിശ്ചയം, നിർണയം, അന്തിമ വാക്ക്, അവസാന വിധി കണ്ടിട്ടുള്ളവരാണ് തത്വദർശിഭിഹി. പറയുന്നു, തത്വദർശിഭിഹി ദൃഷ്ടാഹ. അവർ കണ്ടിരിക്കണു. എന്ത് കണ്ടിരിക്കണു? ദൃഷ്ടഃ അന്തഃ. അവരിതിന്റെ അറ്റം കണ്ടവരാണ്. ഭാരതത്തില് തത്വദർശികൾ എന്ന് പറയുന്നവര് ഈ സത്യത്തെ അനുഭവപ്പെടുത്തിയവരാ. ദർശനം എന്ന് പറഞ്ഞാൽ നഗ്ന നേത്രങ്ങളെ കൊണ്ടല്ല. പറഞ്ഞല്ലോ സ്വാമി ഇന്നലെ, അദൃശ്യമായ ആ ഒരു കരങ്ങൾ, അദൃശ്യമായ, ആരോ ചോദിക്കേണ്ടായിരുന്നു സ്വാമി, ഈ അദൃശ്യമായ കരങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത്, അതായത് അദൃശ്യമായ ഒരു ശക്തി വിശേഷമാണ് നമ്മളെ ഇങ്ങനെ പലതും കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെ മാറ്റിമറിക്കുന്നത് എന്ന് പറഞ്ഞു ഇന്നലെ. അതിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിട്ടുള്ള ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളോ എന്ന്. വളരെ നല്ല ചോദ്യമാണ്. അതായത് ശാസ്ത്രകാരന്മാര് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഈ അദൃശ്യമായ കരങ്ങളിലൂടെയാണോ? വളരെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സംശയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തലുകളെക്കുറിച്ച് നിങ്ങൾ എത്രത്തോളം ശാസ്ത്രകാരനെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സത്യം വളരെ എളുപ്പം മനസ്സിലാവും. ഏത് ശാസ്ത്രകാരന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ള വളരെ കുറച്ച് പേരുണ്ട്. മാഡം ക്യൂറിയുടെ കഥ, അതായത് അവരുടെ അനുഭവം കേട്ടിട്ടുണ്ടല്ലോ. അവരൊരു സങ്കീർണമായ ഒരു, അതേ റേഡിയം കണ്ടെത്തിയിട്ടുള്ള ഒരു സങ്കീർണമായ അവരുടെ കണ്ടെത്തലിന്റെ അതിന്റെ പൂർത്തീകരണം കിട്ടാതെ അവരാകെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിലായിരുന്നു. മാഡം ക്യൂറി എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയെ നോബൽ സമ്മാന ജേതാക്കളാണ് എല്ലാവരും, മകളും ഭർത്താവും എല്ലാം. അപ്പൊ ഈ പ്രശ്നത്തിൽ ഇരുന്നിട്ട് അവരങ്ങനെ എന്താ പറയുക, അവരാകെ കൂടെ അസ്വസ്ഥമായിട്ട് ഒരു രാത്രി 2 മണി വരെ ഇവർക്ക് ആ പ്രശ്നത്തിന് ഉത്തരം കിട്ടാതെ അവരവസാനം അത് മതിയാക്കി അവർ കിടക്കുന്നതാണ്. പിറ്റേ ദിവസം, നിങ്ങൾക്ക് അറിയുന്നതാണ് സ്വാമി പറയുന്നത്, പിറ്റേ ദിവസം രാവിലെയായിട്ട് നോക്കുന്ന സമയത്തോ എവിടെയാണോ അവർ പകുതി ചെയ്തു വെച്ചത് അതിന്റെ ബാക്കി ഭാഗമുണ്ട് മുഴുവൻ അങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, വളരെ ഭംഗിയായിട്ട്. അവർ വേഗം വാതിലൊക്കെ തുറന്നു നോക്കി, വാതിലൊക്കെ നന്നായിട്ട് കുറ്റിയിട്ടിരിക്കുന്നു. ആരും ഒരു കള്ളനോ വേറെ ആരെങ്കിലും വന്ന് അത്, കാരണം അവർക്ക് കഴിയാത്ത പ്രശ്നം വേറൊരാൾ അത് ബാക്കി ചെയ്തു വെക്കുക എന്നുള്ളത് ഒരിക്കലും സംഭാവ്യമായിട്ടുള്ളതല്ല. അവരതിനെക്കുറിച്ച് ഗാഠമായി ആലോചിച്ചു. വീണ്ടും അവരെ നോക്കി വളരെ നന്നായിട്ട് കൈയക്ഷരം നോക്കിയപ്പോൾ അവരുടെ തന്നെ കൈയക്ഷരമാണ്. ഏതൊരു മാഡം ക്യൂറിയാണോ കിടന്നുറങ്ങാൻ പോയത്, ഏതോ ഒരു സമയത്ത് അവർ എഴുന്നേറ്റു. ഏതോ ഒരു സമയത്ത് ആ എഴുന്നേറ്റ് ബാക്കി പൂരിപ്പിച്ചത് മാഡം ക്യൂറി അല്ല എന്ന് മാഡം ക്യൂറി പറയുന്നു. ആർക്കിമിഡീസിനെ നിങ്ങൾക്കറിയാലോ, രാജാവ് കൊടുത്ത ആജ്ഞ, ടബിലേക്ക് വീണ് ആർക്കിമിഡീസ് ആ ടബിൽ വീണ് എന്താ പറയുക, വാസ്തവത്തിൽ അദ്ദേഹം കുളിക്കുകയായിരുന്നില്ല, പ്രശ്നത്തിന്റെ സങ്കീർണതയിലേക്ക് അദ്ദേഹം വീഴുകയായിരുന്നു. ഒരു വേള കാര്യം പിടികിട്ടിയപ്പം ആർക്കിമിഡീസ് ഓടുകയായിരുന്നു നഗ്നനായിട്ട്. രാജാവ് ഏതൊരു ആർക്കിമിഡീസിനോടാണോ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരിക്കലും നഗ്നനായിട്ട് തെരുവിൽ ഓടാൻ പറ്റില്ല എന്ന് പറയാം. ആ തെരുവിലോടിയത് വേറെ ആരോ ആണ്. തോമസ് ആൽവ എഡിസൺ തന്റെ എല്ലാ പരീക്ഷണങ്ങളും അസ്തമിച്ച സമയത്ത് ഒരു വേള ഇവരൊക്കെ ഇവരുടെ അനുഭവം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്താ, ന്യൂട്ടൺ ആവട്ടെ, ഐൻസ്റ്റീൻ ആവട്ടെ, നമ്മുടെ ഹോക്കിൻസ് ആവട്ടെ, അദ്ദേഹത്തിന്റെ ചലനങ്ങൾ പോലും അദൃശ്യമായ ഏതോ ഒരു ശക്തിവിശേഷത്താൽ
നിയന്ത്രിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിൽ സംശയത്തിന്റെ ആവശ്യമില്ല. ശാസ്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണാം. എല്ലാവരും അതിന്റെ ആ ഒരു വലിയ പ്രതിഭ പറയുന്ന വാക്ക്, ആ പ്രതിഭയിൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഇവൻ ഷേക്സ്പിയർ പോലും ഒരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന ഷേക്സ്പിയർ നാട് വിട്ടിട്ട് നാടക കമ്പനിയിൽ കുതിരയ്ക്ക്, നാടകത്തിൽ അഭിനയിക്കുന്ന ആളുടെ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അതിനെ തുടപ്പിക്കാനും വേണ്ടി ഉള്ള ഒരു ജോലിയാണ് ആദ്യം കിട്ടിയത്. സാവകാശം കിട്ടിയ പ്രൊമോഷനാണ് കർട്ടന്റെ തിരശീല ഉയർത്തലും താഴ്ത്തലും. അവിടെ ഇരുന്ന് ഷേക്സ്പിയർ ഒരു നാടകത്തെ കാണുക അല്ലേ? കാരണം ഷേക്സ്പിയറിന്റെ ലൈഫ്, ഇതൊന്നും ഇവരുടെ ഒന്നും ലൈഫ് നോക്കരുത് നമ്മൾ. ആ ലൈഫിൽ ആ വ്യക്തി ഷേക്സ്പിയർ എന്നത് മാറുകയാണ്. ഒരു നാടകം രചിക്കപ്പെടുന്ന സമയത്ത് ഇത്രയും കഥാപാത്രങ്ങളെ, ഇത്രയും മനുഷ്യ മനസ്സിനെ ഹഠാത് ആകർഷിക്കാൻ പോകുന്ന സൃഷ്ടികളെ കൊണ്ടുവരണമെങ്കിൽ അദൃശ്യമായ എന്തോ സംഭവിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിലൊന്നും സംശയം വേണ്ട. ഇന്ന് കണ്ടെത്തിയിട്ടുള്ള നിങ്ങളൊക്കെ തന്നെ പറയാറില്ലേ പലപ്പോഴും, ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നും. നിസ്സാര കാര്യങ്ങൾ പോലും, ഒരു കറി വെച്ചതിന് പോലും നമ്മൾ പറയാറില്ലേ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്ന്. അതെ, ഒരു വീട്ടമ്മയില് ആ അമ്മയുടെ സാമ്പാറില് പോലും ആ അദൃശ്യമായ കരങ്ങള് അനുഗ്രഹ ബുദ്ധിയാ വർത്തിക്കുന്നു. അവിടെ നാം ഒന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് പറയാം. ആ കലയാണ് പഠിപ്പിക്കാൻ പോണ് ഭഗവാൻ. അതായത് ഞാൻ എന്നതിനെ മാറിയിട്ട് ആ പൂർണ്ണതയിലേക്ക് വിലയിക്കുക. അർജുനന് ചെയ്യേണ്ടത് അതാണ്. ഭഗവാൻ അത് പറയാൻ പോകുന്നുണ്ട്. ആ പൂർണ്ണതയെ അംഗീകരിച്ചുകൊണ്ട് ആ പൂർണ്ണതയിൽ ഞാൻ വീണു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വ്യക്തിത്വമില്ല, പിന്നെ എനിക്ക് വേറിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യുന്നത് ആ പ്രകൃതിയാണ്, പിന്നെ ഞാൻ പ്രപഞ്ചമാണ്. അതിലേക്കാണ് ഭഗവാൻ അർജുനനെ കൊണ്ടുവരുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ അതാണ്. അത് പറയുന്നു. എന്താ പറയുന്നത്? ന അസതഃ, ഉണ്മയ്ക്ക് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മയോ എന്നൊന്ന് ഇല്ല. തത്വദർശികൾ എന്ന് പറഞ്ഞാൽ ഈ തത്വത്തെ തത്വവും വ്യക്തിയും ഒന്നാവുന്ന അവസരത്തില് അവൻ അതായിത്തീരുകയാണ്. അത് ഈ നേത്രങ്ങളല്ല അവിടെ വിഷയം. ചക്ഷുഷ ചക്ഷുഹു എന്ന് ഉപനിഷത്ത് പറയും. കണ്ണിന്റെ കണ്ണ്. ശ്രോത്രസ്യ ശ്രോത്രം, മനസ്സോ മനോയത്, വാചോഹ വാചം, പ്രാണസ്യ പ്രാണഃ. പ്രാണന്റെ പ്രാണൻ, വാക്കിന്റെ വാക്ക്, കണ്ണിന്റെ കണ്ണ്, മൂക്കിന്റെ മൂക്ക്, നാക്കിന്റെ നാക്ക്, അങ്ങനെ പോകുന്നു അത്. അപ്പം ഉള്ളതിന് ഇല്ലായ്മ, ഇല്ലായ്മയ്ക്ക് ഉണ്മ. ഇതാണ് ഭാരതത്തിന്റെ ഏറ്റവും നമ്മുടെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. നാം ഇതുവരെ പഠിച്ച വിദ്യാഭ്യാസത്തിൽ നിന്ന് തികച്ചും കീഴ്മേൽ മറിച്ചിടുന്ന സമ്പ്രദായമാണിത്. അതുകൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമമാണ്. നാം പഠിച്ചു വന്ന ആ ഒരു ചരിത്രം ഉണ്ടല്ലോ, അതിനെ ശീർഷാസനത്തിലാണ് ഇത് പോകുന്നത്. ഇതല്ല ശീർഷാസനത്തിൽ പോണത്, ഇതാണ് ശരിയായ പോക്ക്. മറ്റത് ശീർഷാസനമാണ്. അതായത് ഉപനിഷത്തിൽ പറയണു, സദേവ സൗമ്യ ഇതമഗ്രേ ആസീത്. കുട്ടി, സത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സദേവ സൗമ്യ ഇതമഗ്രേ ആസീത്. പക്ഷെ നാം പഠിച്ചത്, കോളേജിലാകട്ടെ ഹൈസ്കൂളിലാകട്ടെ, നാം പഠിച്ചത് നമ്മെ സംബന്ധിക്കുന്ന ചരിത്രം. നമ്മുടെ പൂർവികന്മാർ അവർ ഗുഹയിലായിരുന്നു വസിച്ചിരുന്നത്. ആ ഗുഹയിൽ സംസ്കാരശൂന്യരായിരുന്ന നമുക്ക് ഗുഹാമനുഷ്യൻ ക്രമേണ ഗുഹയ്ക്ക് നിന്ന് പുറത്തു വന്നു. അവൻ ഇലകളെ പിടിച്ചു. അങ്ങനെ അവൻ സാപ്പിടാൻ തുടങ്ങി. അതിനായിട്ട് അവൻ ചില ആയുധങ്ങളെ നിർമ്മിച്ചു. അങ്ങനെ ശിലാമനുഷ്യൻ ആവിർഭവിച്ചു. ആ ശിലാമനുഷ്യൻ സാവകാശത്തില് ലോഹമനുഷ്യനായി. അങ്ങനെ അവൻ ചക്രം കണ്ടുപിടിച്ചു. അങ്ങനെ മനുഷ്യന്റെ ബുദ്ധി വികാസം വന്ന് ആ ബുദ്ധിയുടെ വികാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് നാം പഠിച്ചത്. അതായത് നമ്മുടെ പൂർവികന്മാർ, വിവേകാനന്ദ സ്വാമികൾ പറയും, അതായത് നമ്മുടെ അപ്പൂപ്പൻ മരമണ്ടനായിരുന്നു എന്നും അപ്പൂപ്പന്റെ അപ്പൂപ്പൻ മരക്കഴുതയായിരുന്നു എന്നും. അതെ, അങ്ങനെയാണ്. അവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്. ഇത് സ്വാഭാവികമായിട്ടും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുട്ടി ചിന്തിക്കുന്നത് എന്താ, അപ്പം എത്രയായാലും മാഷേക്കാൾ ബുദ്ധി ഞങ്ങൾക്ക് തന്നെയാണ്. കാരണം മാഷ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
അതുകൊണ്ട് ഉപനിഷത്തിന്റെയും ഇവിടെയും പഠനം സദൈവ സൗമ്യ, ആ സത്, ആ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിവിൽ നിന്നാണ് അറിവില്ലായ്മയിലേക്ക് വന്നത്. അല്ലാതെ അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കല്ല ഭാരതത്തിന്റെ പഠനം, ഋഷിയുടെ പഠനം. അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്ക്. ഏതാണ് അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്ക്? നാമരൂപാദികളിലേക്ക്. നാമരൂപാദികൾ അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. അപ്പൊ കുട്ടി സദൈവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം, അത് ഏകം ഏവ അദ്വിതീയം. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. ഏകം ഒന്ന്, ഏവ മാത്രം, അദ്വിതീയം രണ്ടില്ലാത്തത്. നാമരൂപാദികൾ അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. അപ്പൊ കുട്ടി സദൈവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം, അത് ഏകം ഏവ അദ്വിതീയം. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. ഏകം ഒന്ന്, ഏവ മാത്രം, അദ്വിതീയം രണ്ടില്ലാത്തത്. ഇതാണ് ഉപനിഷത്തില് വേദത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മനുഷ്യൻ ക്രമത്തിൽ ബുദ്ധിയുള്ളവനായി എന്ന് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൗകര്യത്തിന് ഓരോന്ന് പറഞ്ഞിരിക്കുന്നു. വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു, അവന് അഗ്നി കണ്ടപ്പോ തരക്കേടില്ല തോന്നി, അവന് ഇരുട്ടകറ്റാൻ വേണ്ടി കണ്ടെത്തിയ ഒന്നാണ്. അങ്ങനെ അവൻ പറഞ്ഞു തമസോമ ജ്യോതിർഗമയ. നോക്കണം, ഒരു നമ്മൾ പിൽക്കാലത്ത് കണ്ടെത്തിയ നമ്മുടെ ഒരു ബുദ്ധിയുടെ സവിശേഷത. അതുകൊണ്ട് അവൻ പറഞ്ഞത് എന്ത്? തമസോമ ജ്യോതിർഗമയ. അതുകൊണ്ട് അവന് പേടിയായി, മിന്നൽ പിണരിന് പേടിയായപ്പം അവൻ പ്രാർത്ഥിച്ചു. മഴ പെയ്തപ്പോ അവൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കലുമല്ല. അപ്പം ആ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അത് ഏകം ഏവ അദ്വിതീയം, അതിനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അസതഃ, എന്തെങ്കിലും ഇല്ലാത്ത ഒന്നിന് ഭാവഃ ന വിദ്യതേ, ഒരിക്കലും സംഭവിക്കുന്നതല്ല. അതുപോലെ സതഃ അഭാവഃ ന വിദ്യതേ, ഉള്ളതിന് ഇല്ലായ്മയും സംഭവിക്കില്ല. ഈ രണ്ടിന്റെയും ഉഭയോഹോ അനയോഹോ അന്തഹാതു, ഇതിന്റെ മറുകര കണ്ടവരാണ് തത്വദർശിഭിഹി ദൃഷ്ടാഹ, അവരാൽ ഇത് ദർശിക്കപ്പെട്ടതാണ്, അവരിതിനെ അറിഞ്ഞതാണ്, ഈ സത്യത്തെ. അപ്പൊ ഭഗവാൻ ഇത് പറയുന്ന സമയത്ത് തന്റെ പൂർവികന്മാരെ ഓർക്കുന്നു. അവരിത് പറഞ്ഞതാണ്, അവരിത് അറിഞ്ഞതാണ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ എന്താ പറയുക പഠന രീതി. വളരെ ഗംഭീരമാണ്. അല്ലാതെ ക്ലാസ് റൂമിൽ നിന്ന് കുട്ടിയോട് ടീച്ചർ പറയാണ് നിന്നെ വിയറ്റ്നാം എവിടെയാന്ന് പറയാതെ നിന്നെ ഇന്ന് വിടുന്ന ഈ ക്ലാസ് നിന്ന് വിടില്ല. പയ്യൻ കരയാൻ തുടങ്ങി. അവൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല ടീച്ചറേ വിയറ്റ്നാം, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കുട്ടിയിൽ വിയറ്റ്നാമിനെ കുറിച്ച് ബോധിപ്പിക്കുന്നതേ അങ്ങനെയാണ്. അതൊരു വസ്തുവാണ്, പദാർത്ഥമാണ് എന്ന രീതിയിലാണ്. വിദ്യാഭ്യാസത്തെ കുറിക്കുന്ന കുറെ തമാശകളുണ്ടല്ലോ ഇത്തരത്തിൽ. എന്തിന് ഓരോ മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞാൽ പത്രത്തിൽ വരുമല്ലോ പല പല തമാശകളും, അല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ അതൊന്നുമില്ല. സ്വാമി ഈ വിദ്യാഭ്യാസത്തെ പുകഴ്ത്തി ഇപ്പോഴുള്ളതിനെ താഴ്ത്തുക അല്ല, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ആ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സത്യമാണെന്നും അതിൽ നിന്ന് അന്യമായി വേറൊന്നും ഇല്ല കുട്ടി എന്നും. വാചാരംഭണം വികാരോ നാമധേയം മൃത്തിക ഇതിയേവ സത്യം. ഈ സത്യത്തെ പറഞ്ഞു കൊടുക്കാൻ ആ പിതാവിന് വേണ്ടി വന്നത് കുറച്ച് മൺപാത്രങ്ങളുടെ ദൃഷ്ടാന്തം. വാചാരംഭണം വികാരോ നാമധേയം. കുട്ടി വാചാരംഭണം, കൊശവൻ ഒരു കലം ഉണ്ടാക്കുന്ന സമയത്ത് ആ കൊശവന്റെ സങ്കല്പത്തിൽ മനസ്സിന്റെ ഉള്ളിൽ ഒരു കലമുണ്ട്. അതിനെ ഋഷി വാചാരംഭണം എന്ന് പറഞ്ഞു. നമ്മുടെ മോഡേൺ എന്താ പറയാ എഞ്ചിനീയറിംഗിൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ പോലും വിഷയമല്ലാത്ത വാചാരംഭണം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ സങ്കല്പം. നീ ഏതൊരു കുടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് വേറെ ഉണ്ട് എന്ന് പറയാം. വാചാരംഭണം. വികാരം, മണ്ണിന്റെ പരിണാമം, മാറ്റം, രൂപമാറ്റം, വികാരം. നാമധേയം, അതിനൊരു പേര്, കുടം, കലം, കൂജ, ചട്ടി
ഇത്യാദി. കുട്ടി, ഇത് മൂന്നും ഇല്ലാത്തതാണ്. മൃത്തിക ഇതിയേവ സത്യം, അതിൽ മണ്ണു മാത്രമാണ് സത്യം. ഇതാണ് സദൈവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവാദ്വിതീയം എന്ന് പറഞ്ഞത്. ഭഗവാൻ ഇവിടെ പറയുന്നു, ഇല്ലാത്തതിന് ഉണ്മ എന്നതൊന്ന് സംഭാവ്യമല്ല അർജുന, അതുകൊണ്ട് ആ ഒന്ന് മാത്രമാണുള്ളത്. അതാണ് നീ, തത്വമസി, അത് നീയാകുന്നു. ഇത് കുറച്ച് കൂടിയ ഡോസാ. അതുകൊണ്ട് അങ്ങനെയൊരു സംഭവം ഇത് ധ്യാനിച്ചുറപ്പിക്കേണ്ടതാണെന്ന് പറയാം. ഇപ്പൊ ബാക്കിയുള്ള ഇല്ലാത്തതെന്ന് പറയുന്നതോ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന എല്ലാം ആഗമാപായിന അനിത്യ, എല്ലാം വന്നും പോയും ഇരിക്കുന്ന, നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കേണ്ടതെന്ന് പറയാം. അതാണ് ഞാൻ, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയാം. അതുകൊണ്ട് അർജുന, നീ ഉള്ളവരെ കുറിച്ചോ ഇല്ലാത്തവരെ കുറിച്ചോ ദുഃഖിക്കേണ്ട. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ കഴിഞ്ഞു. ഗതാസൂൻ അഗതാസൂൻ, ഇപ്പോൾ ഉള്ളവർ പോയിട്ടുള്ളവർ, ഇത് നമുക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കണം എന്ന് പറയാം. ഒരു കുന്നിൻ മുകളിലുള്ള ഒരു ബുദ്ധ ഭിക്ഷു, ആ ഭിക്ഷുവിന്റെ വീട് ആശ്രമം കുന്നിന്റെ മുകളിലാണ്. അപ്പൊ അവിടെ ഒരു കള്ളൻ ചെന്നു, എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചു. ആശ്രമമാണ് എന്നൊന്നും അറിഞ്ഞില്ല. അപ്പൊ അവിടെ കയറി നോക്കിയപ്പോ അവിടെ ഒരു സെൻ മാസ്റ്ററാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ കള്ളൻ കയറി നോക്കി പരതിയപ്പോ ഒന്നുമില്ല അവിടെ. ആകെയുള്ളത് ഗുരു വെള്ളം കുടിക്കുന്ന ഒരു പാത്രവും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മുണ്ടും. അപ്പൊ ഈ കള്ളൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി ഇതിൻ്റെ ഉള്ളിൽ പരതുന്നത് ഇദ്ദേഹം കണ്ടു. അപ്പൊ ഇദ്ദേഹം ഉണർന്നു നോക്കുമ്പോ കള്ളൻ ആള് ഉണർന്നുവല്ലോ എന്ന് കരുതി അവൻ ഓടുന്ന സമയത്ത് ഇദ്ദേഹം വിളിച്ചു, വരാൻ പറഞ്ഞു. എന്താ? ഞാനൊരു കള്ളനാണ്, സത്യം പറഞ്ഞു. അപ്പൊ എന്താ പോവുക? അതെ, ഒന്നുമില്ല ഇവിടെ, ഞാൻ എന്താ പറയാ, ഞാൻ എന്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നു എന്ന് പറയാം. ഈ കുന്നു കയറുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കിട്ടുന്നു. അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി. ഈ ഗുരുവിന്, അയ്യോ ഇവന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന്. അവസാനം അതേ ഉടുത്ത മുണ്ട് ഊരിയിട്ട് കൊടുത്തു, കൊണ്ടുപോയിക്കും. ആ പാത്രം എടുത്തു കൊടുത്തു, കൊണ്ടുപോകാൻ പറഞ്ഞു. ഏതായാലും കള്ളൻ ഇത്രയും കയറിയതല്ലേ, കിട്ടിയതായി എന്ന് വിചാരിച്ചു അതും എടുത്ത് പോവാണ്. നഗ്നനായി ഗുരു അങ്ങനെ ഇരിക്കുമ്പോ പൂർണ്ണ ചന്ദ്രൻ എന്ന് പറയാം. ഗുരുവിന് വല്ലാത്ത വിഷമം. ഇതെനിക്ക് അവന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതാണ് ആ എന്താ പറയാ, കൊടുക്കലിന്റെ മാഹാത്മ്യം തന്നെ അതാണ്. തുടർന്ന് അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. ഭഗവാൻ വെല്ലുവിളിക്കുക അവിടെ. ഭഗവാൻ ഈ സത്യം അനാവരണം ചെയ്യപ്പെടുന്ന സമയത്ത് വളരെ എന്താ പറയാ, അതിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ട്, അതുണ്ടല്ലോ വിവേകാനന്ദ സ്വാമികള് അമേരിക്കയിൽ പോയി ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്തൊരു ആവേശമായിരുന്നു. ആ ആവേശമാണ് അദ്ദേഹം രാമേശ്വരം കടപ്പുറത്ത് കിടന്ന് ഉരുണ്ടത് എന്ന് പറയുക. ഓരോ മണൽത്തരിയെയും കെട്ടിപ്പിടിക്കുകയായിരുന്നു. നിന്നോടൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയുന്നു, കാരണം ഈ ഭൂമിയിലാണല്ലോ ഞാൻ ജനിച്ചത്. കാരണം വലിയൊരു സംഭവമായിരുന്നു അമേരിക്കയിൽ നടന്നത്. അപ്പൊ അവിടെ താൻ ഇതിനെ അവതരിപ്പിച്ച സമയത്ത് ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റിയ ആശയങ്ങളൊന്നുമില്ല എന്ന് അറിഞ്ഞ സമയത്ത് വിവേകാനന്ദ സ്വാമികൾക്കും കുറെ കാര്യങ്ങൾ അറിയണമായിരുന്നു. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കൊന്നും തന്നെ ആകർഷിക്കാൻ പോകുന്നതൊന്നുമില്ലായിരുന്നു. അവിനാശി എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിന് അടുത്തുള്ള ഒരു സ്ഥലമല്ല. അവിനാശി തു തദ്വിധി യേന സർവമിദം തതം. യേന, ഇനിയൊക്കെ നമ്മുടെ ശാസ്ത്രത്തില് ആചാര്യന്മാർ പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. അതിന് ഏതെങ്കിലും പ്രകാരത്തിൽ ഇന്നതെന്ന് പറയില്ല. അതുകൊണ്ട് ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യക്തത വരും. യേന, യാതൊന്നിനാൽ.
ഇതൊരു പ്രയോഗമാണ്. യഹ യാതൊരുവൻ, സഹ അത്, തേ അവർ എന്നൊക്കെയാ പറയാം. ഇതിനെ ഈ സത്യത്തെക്കുറിച്ച് പറയുമ്പം ഇങ്ങനെ പറയും, യേന, തത്, സഹ എന്നൊക്കെയാ. വേറെ ഏതെങ്കിലും പറഞ്ഞാലോ നമ്മൾ അതിൽ പോയി പെട്ടുപോകുമെന്ന് പറയാം. അപ്പൊ യേന യാതൊന്നിൽ, യാതൊന്നില് ഇതം സർവം ഈ ദൃശ്യമായ പ്രപഞ്ചം മുഴുവൻ തദം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, യേന ഇതം സർവം അത് അവിനാശി ഇതി വിദ്ധി, അത് നാശമില്ലാത്തതാണ് എന്നറിഞ്ഞാൽ, അതിന് നാശമില്ല എന്ന് പറയാം. അതുകൊണ്ട് മാർക്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈശ്വരനെ കുറിച്ച്, വളരെ രസമാണ്. അദ്ദേഹം ഉപനിഷത്തൊക്കെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പരീക്ഷണശാലയിൽ തെളിയിക്കാത്ത ഒരു ഈശ്വരനിൽ ഞാൻ വിശ്വസിക്കില്ല. രണ്ടാം അധ്യായമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസമാണ്. പരീക്ഷണശാലയിൽ വിശ്വസിക്കാത്ത ഒരു ഈശ്വരനിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി അത് പരീക്ഷണശാലയിൽ തെളിയിക്കപ്പെട്ടു എങ്കിൽ അതിനെ വിശ്വസിക്കേണ്ട ആവശ്യവും ഇല്ല. ഇത് ശരിക്കു പറഞ്ഞാൽ ഒരു മിസ്റ്റിക് ലാംഗ്വേജ് ആണ്. ഇതാണ് നമ്മുടെ ഋഷി ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു മഹാമനീഷിയായിരുന്നു. കാരണം മനുഷ്യന്റെ നന്മയെയാണ് കാംക്ഷിച്ചത് എന്ന് പറയാം. അവരൊക്കെ ഈ ഒരു ഇവിടേക്കൊന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ഗതി മാറി മറിഞ്ഞേനെ. അതെന്തുകൊണ്ടാണെന്നൊന്നും നമ്മളിപ്പോ ആലോചിച്ചിട്ട് കാര്യമില്ല. ഏതായാലും യേന ഇതം സർവം തത് തു അവിനാശി ഇതി വിദ്ധി, യാതൊന്നിനാൽ ഈ പ്രപഞ്ചം ആവൃതമായിരിക്കുന്നുവോ, യാതൊന്നിലാണ് ഇത് നിലനിൽക്കുന്നത്, അതിന് നാശമില്ല എന്ന് അറിഞ്ഞാലും. അവ്യയസ്യ അസ്യ, അവ്യയസ്യ ന വ്യയം, നാശരഹിതമായ അതിന് വിനാശം കർത്തും, അതിനെ നശിപ്പിക്കാൻ കശ്ചിത് ന അർഹതി, ഒരുവനും യോഗ്യനല്ല. ഒരാറ്റം ബോംബിനും അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അർജുന, നീ വെറും ദേഹമല്ല, നീയും ഞാനും ഈ കാണുന്നതൊന്നും ദേഹമല്ല എന്ന് പറയാം. ദേഹാതീതമായ ആ അവിനാശിയായിട്ടുള്ള സത്യമാണ് എന്നറിയും. ഭഗവാൻ ഇവിടെ എന്താ പറയാ, ഒരു വെല്ലുവിളി നടത്തുക. ഇതിനെ ഹിറ്റ്ലറോ മുസോളനിയോ അല്ലെങ്കിൽ പട നയിച്ചിട്ടുള്ള അലക്സാണ്ടർക്കോ ഒന്നും സാധ്യമല്ല. അവരൊക്കെ മതിയാക്കിയിട്ടേ ഉള്ളൂ. ഒരാറ്റം ബോംബിനും ഒരു ഹിരോഷിമയിലും ഇത് ഇല്ലാതെയാവുന്നില്ല എന്ന് പറയാം. ഒരു രാസായുധങ്ങളാലും അതിനെ വിസ്തരിക്കാൻ പോകുന്നുണ്ട്. അറിയാം. അപ്പൊ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇല്ലാതെയാകുന്നു എങ്കിൽ എന്താണ് ഇല്ലാതെയാകുന്നത്? അത് അച്ഛന്റെ മരണമാവട്ടെ, അമ്മയുടെ ആവട്ടെ, മകന്റെ ആവട്ടെ, മകളുടെ ആവട്ടെ, ഭർത്താവിന്റെ ആവട്ടെ, ഭാര്യയുടെ ആവട്ടെ, ഇവിടെ ഉറപ്പിച്ചോളണം. ഭഗവാൻ അതുകൊണ്ടാണ് ആഗമ പായിന അനിത്യാഹ എന്ന്, അശോച്യാൻ അന്വശോചഹ എന്നും പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഇതാണ് സ്വാമി പറഞ്ഞത്. മരണത്തില് നമുക്ക് ഏറ്റവും ഭയം ഉണ്ടാവുന്നത്, മരണാനന്തരം നമ്മൾ ദുഃഖിക്കാൻ ഇടവരുന്നത് ശരീരത്തോടുകൂടി ഇരിക്കെ നാം ഈ സത്യത്തെ, അവിനാശിയായിട്ടുള്ള അതിനെ കണ്ടില്ല. ഇനിയിപ്പോ കാണാൻ പറ്റുമോ? അതും പറ്റിയില്ല. അപ്പൊ ശരീരത്തോടുകൂടി ഇരിക്കെ അവിനാശിയായിട്ടുള്ള ആ സത്യമാണ് യേന ഇതം സർവം. ഉപനിഷത്തിലെ ഈശാവാസ്യം ഇതം സർവം എന്നതിനെ ഭഗവാൻ മറ്റൊരു പ്രകാരത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. ഇതം സർവം എന്ന് പറഞ്ഞാൽ വസ്തുക്കളിലാണോ ഈശ്വരൻ, ഈശ്വരനിലാണോ വസ്തുക്കൾ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും. എവിടെയാണ് ഈശ്വരൻ? ഈശ്വരനിൽ ഈ പ്രപഞ്ചമാണോ അതോ പ്രപഞ്ചത്തിൽ ഈശ്വരനാണോ? ഇവിടെ തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഈശ്വരനിൽ വസ്തുക്കളോ വസ്തുക്കളിൽ ഈശ്വരനോ അല്ല. പിന്നെയോ ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇതം സർവം യേന തതം. അപ്പൊ പിന്നെ രണ്ടില്ല അവിടെ. പിന്നെ വ്യവഹാരത്തിന് വേണ്ടി നാമവും രൂപവും. നിങ്ങൾ ഈ നാമവും രൂപവും വെച്ച് വ്യവഹരിക്കുമ്പോഴും അതിനൊരു കുറവും സംഭവിക്കുന്നില്ല. ഈ മസിൽ പിടുത്തം അങ്ങോട്ട് ഒഴിവാക്കിയാലുണ്ടല്ലോ നമുക്ക്
ഒരു നല്ലൊരു കഥ ഈ സമയത്ത് ഓർമ്മ വരിക. ഒരു സെൻ മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് 2 വൈക്കോൽ തുരുമ്പുകൾ നദിയിൽ പെട്ടു. ഒന്ന് നദിയുമായിട്ട് മത്സരിക്കുകയാണ്, ഒന്ന് നദിയുടെ കൂടെ എങ്ങനെ പോവുക. നദിയുമായിട്ട് മത്സരിക്കുന്നവൻ അങ്ങേയറ്റം ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഒരുപാട് പണിപ്പെടും. കഥയാണ്, ഉദാഹരണം പറയാം, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് ഭാവന ചെയ്ത് നോക്കണം. അങ്ങനെ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വിചാരിക്കണു ഞാൻ നദിയായിട്ട് ചെറുത്ത് നിൽക്കുകയാണ് എന്ന്. പക്ഷെ ഈ ചെറുത്ത് നിൽപ്പിൽ താൻ തന്നെ ഇല്ലാതെയാവുന്നുണ്ട്, അത് അവൻ പോലും അറിയില്ല. അതേ സമയത്ത് നദിയായിട്ട് ഒരു മൽപ്പിടുത്തത്തിനും ഇല്ലാത്തവൻ അങ്ങനെ ആനന്ദത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദത്തോടുകൂടി എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് പോകുന്നു. അപ്പൊ ഈ മൽപ്പിടുത്തം എവിടെയും എത്തിക്കില്ല. നമ്മൾ അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ സാഹചര്യങ്ങളോട് നമ്മളിങ്ങനെ പൊരുതുന്നുണ്ടല്ലോ, അതിന്റെ ഊർജം വെറുതെ പോവുകയുള്ളൂ. നേരെ മറിച്ച് ആ വിശ്വത്തിലേക്ക് അങ്ങോട്ട് വീണു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് സത്യം എന്നറിഞ്ഞാലോ, ഈ സത്യവുമായി താതാത്മ്യം പ്രാപിച്ചാൽ, അതായത് ഒരു കുമിളയ്ക്ക് ഞാൻ കുമിളയല്ല, ഞാൻ സമുദ്രത്തിന് പോലും ആധാരമായ ജലമാണെന്ന് അറിയുന്ന നിമിഷം കുമിളയുടെ കുമിളത്വം പിന്നെ ഇല്ല. പിന്നെയോ സമുദ്രത്തിന്റെ മുഴുവൻ ആധാരമാണെന്ന പൂർണ്ണതയെ കുമിള സാക്ഷാത്കരിക്കുന്നു. പിന്നെ കുമിളത്വം അവിടെ ഇല്ല എന്ന് പറയാം. എന്നാൽ ഞാൻ ഈ കുമിളയാണെന്ന് പറയുമ്പോഴോ എനിക്ക് ജനനമുണ്ട്, ഞാൻ ജനിച്ചു, എനിക്കൊരു നാമമുണ്ട്, എനിക്കിതാ ഇല്ലാതെ, ഞാനിതാ കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതെയാവും. കുമിളയുടെ കാര്യത്തിൽ ഓക്കെ സ്വാമി, ഊർമിളയുടെ കാര്യത്തിൽ വിഷമമുണ്ട് അല്ലേ? അതെ, അർജുനൻ ഇവിടെ ചെയ്യാൻ അർജുനനെ ഭഗവാൻ പ്രേരിപ്പിക്കുന്നത് ഇതിന്. അർജുനൻ അവസാനം അർജുനനോട് ഇത് വ്യക്തമാക്കുന്നുണ്ട്, നിമിത്തമാത്രം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊന്ന് നമുക്കങ്ങോട്ട് ഉറക്കട്ടെ. ഏത് യേന ഇദം സർവം തദം തത് തു അവിനാശി ഇതി വിദ്ധി. എല്ലാറ്റിൻ്റെയും. അതുകൊണ്ട് ഇവിടെ എല്ലാം ആരാധ്യമാണ്, ആരാധനയ്ക്ക് യോഗ്യമാണ്. ഏതെടുത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും അതെന്തെന്ന് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ സൃഷ്ടാവിനെയാണ് സൃഷ്ടിയിലൂടെ കാണാൻ ശ്രമിക്കുന്നത്. ഏതെടുത്താലും ഇതാണ് ഭാരതീയ പഠനം. ഈ ഒരു സത്യത്തെയാണ് വ്യാസഭഗവാൻ കൃഷ്ണന്റെ 16,008 ഭാര്യാ സങ്കല്പത്തിലൂടെ വേറൊരു പ്രകാരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 16,008 എന്ന് പറഞ്ഞാൽ അനന്തതയെ സൂചിപ്പിക്കുന്നതാണ്. 8 എന്നത് ഭഗവാന്റെ പത്നിമാരാണ്, ഭാര്യമാരാണ്. ആ 8 പേരെക്കുറിച്ച് ഭഗവാൻ ഈ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. എന്റെ 8 ഭാര്യമാരാരാണ്? ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടധ. എന്റെ പ്രകൃതി 8ആണ്. ഞാൻ 8നെ വരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 8ആണ് ഈ കാണുന്ന വിശ്വം. ഒന്നിനെ പലതാക്കി കഴിഞ്ഞാൽ ഈ 8ആണ്. 5 മഹാഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആ അഹംഭാവം, ഞാൻ എന്നത്, ഞാൻ നിലനിൽക്കുന്നു എന്നത്. ഇതിൽ നിന്നാണ് ഈ അനന്തമായത് എന്ന് പറഞ്ഞാൽ 16,000 അനന്തതയെ സൂചിപ്പിക്കുന്നു. അപ്പൊ നാരദര് ഈ സത്യം അറിയാൻ വേണ്ടി ഓരോ ഭാര്യമാരോടൊപ്പം ഭഗവാൻ എങ്ങനെ വസിക്കുന്നു എന്ന് അറിയാൻ എപ്രകാരമാണോ വളരെ ആലങ്കാരികമായിട്ടൊരു കഥ ചമയ്ക്കുന്ന സമയത്ത് ആ ഒരു അന്വേഷണം ആ വഴിയിൽ പോകുന്നത്. നാരദൻ എന്ന് പറഞ്ഞാൽ നാരം ദദാതി ഇതി നാരദ. നാരം പരമാത്മവിഷയകം ജ്ഞാനം നാരം ഇതി ഉച്യത്തെ. പരമാത്മ വിഷയത്തെയാണ് നാരം എന്ന് പറയാം. അതുകൊണ്ട് നാരായണൻ. അപ്പം നാരത്തെ കൊടുക്കുന്നവൻ, അറിവിനെ കൊടുക്കുന്നവനാണ് നാരദൻ. നാരം ദദാതീതി നാരദ. അല്ലാതെ ഏഷണി പണിക്കാരനല്ല. ഇത് അമ്മ പറയാ മോനോട്, എടാ എന്തിനാണെടാ നീ ഏഷണി ഉണ്ടാക്കുന്നത്? നീ നാരദന്റെ പണി. അതെ, അങ്ങനെയാ പറഞ്ഞ. നീ നാരദന്റെ പണി എന്തിനാ എടുക്കുന്നത്? ഈ അമ്മയ്ക്ക് നല്ല പരിചയമാണ് നാരദനെ. ദേവർഷിയാണ് അദ്ദേഹം, ഋഷിയാണ്. നാരദ ഭക്തിസൂത്രത്തിനും
അടിസ്ഥാനമായ ഒരു പ്രമാണം രചിച്ച മഹാത്മാവാണ് നാരദൻ. ഉപനിഷത്തില് സനകാദികളുടെ അടുത്ത് പോയി ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്ന മഹാത്മാവാണ്. അപ്പൊ ആ നാരദൻ ഭഗവാൻ എങ്ങനെ 16,000 വിട്ട് വീട്ടിലിരിക്കണു എന്നറിയാൻ ഓരോ വീട്ടിലും പോയി നോക്കിന്ന ഭാഗവതത്തിൽ. ഓരോ വീട്ടിലും ഭഗവാൻ ഓരോരോ ജോലികൾ ചെയ്യണമെന്ന. ഒരു വീട്ടിൽ കുട്ടിയെ സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ട ഉടുപ്പൊക്കെ ശരിയാക്കി കൊടുക്കണു, ഒരു വീട്ടിൽ നാളികേരം ചിരവി കൊടുക്കണു, ഒരു വീട്ടിൽ പച്ചക്കറി നുറുക്കി കൊടുക്കണു, ഒരു വീട്ടിൽ അലക്കി കൊടുക്കണു. ഇങ്ങനെ സ്വാമി ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. അങ്ങനെയല്ല, ഓരോ വീട്ടിലും ഓരോരോ ജോലികൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിന്റെ ഉള്ളിലേക്ക് കടന്നുപോയാൽ അവിടെ കേന്ദ്രമായി വർത്തിക്കുന്നവൻ നാരായണൻ എന്ന് കണ്ടെത്താൻ പറ്റും. അത് നാരദന് സാധിക്കും, അറിവിനെ പ്രദാനം ചെയ്യുന്നവന്. അല്ലാതെ കുറെ സ്ത്രീകളുടെ ഭാര്യമാരാക്കി ഒരു വലിയ കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു ഒരു വഷളനൊന്നുമല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പറയാം, ഒരു ഭാര്യയും വെച്ച് ഞാൻ പൊറുപ്പിക്കുന്നു. ഈ 16,000 ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുക അതെങ്ങനെയാണ് എന്നൊക്കെ. വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതം സർവം യേന തതം അവിനാശി തു തദ്വിദ്ധി. അത് നാശമില്ല, അതില്ലാത്ത ഇടമില്ല. ആ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി. ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ കോർത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഭഗവാൻ ഇനി ആലങ്കാരികമായിട്ട് പറയാൻ പോകുന്നുണ്ട്. സൂത്രേ മണിഗണ ഇവ എന്നൊക്കെ. ചരട് പോലെ, മാലയിൽ ചരടെന്ന പോലെ. മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം അർജുനൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തത്. അതിനെ വിനാശം ഉണ്ടാക്കാൻ മനസ്സിലായിക്കോളൂ. ക്ഷേത്രധ്വംസനങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ശക്തിവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ അപമാനിച്ചതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. ഇതം സർവം യേന തതം അവിനാശി തു തദ്വിദ്ധി. അത് നാശമില്ല, അതില്ലാത്ത ഇടമില്ല. ആ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോതാ ജഗത് സാക്ഷിണി. ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ കോർത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഭഗവാൻ ഇനി ആലങ്കാരികമായിട്ട് പറയാൻ പോകുന്നുണ്ട്. സൂത്രേ മണിഗണ ഇവ എന്നൊക്കെ. ചരട് പോലെ, മാലയിൽ ചരടെന്ന പോലെ. മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം അർജുനൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തത്. അതിനെ വിനാശം ഉണ്ടാക്കാൻ മനസ്സിലായിക്കോളൂ. ക്ഷേത്രധ്വംസനങ്ങളിലൂടെ നിങ്ങൾക്ക് ആ ശക്തിവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഗ്രന്ഥങ്ങളെ അപമാനിച്ചതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾക്ക് ഒരു പ്രകാരത്തിലും അതിനൊരു ലോപം വരുത്താൻ നിങ്ങളൊന്നും വിചാരിച്ചാൽ നടപ്പില്ല മക്കളെ എന്ന് 2-ാം അധ്യായത്തില് 17-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഒപ്പ്. ഒരു ബ്രഹ്മരക്ഷസിനെയും ബ്രഹ്മത്തെ രക്ഷിക്കാൻ ഒരു ബ്രഹ്മരക്ഷസും വേണ്ട എന്ന്. പിന്നെ അപ്പൊ ഒന്ന് അമ്പലത്തിലെ ബ്രഹ്മരക്ഷ അത് സ്വാമിക്ക് അറിയില്ല. ഇതൊക്കെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടവരോട് ചോദിക്കണം. ഇവിടെ ശാസ്ത്രം പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയണു. ഒന്നിനെയും പരിഹസിക്കുകയാണ് എന്ന് കരുതും വേണ്ട. ഇത് വലിയ ആശ്വാസം നൽകുന്നതാണ്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ആശ്വാസ വാക്കുകളൊന്നും ഉണ്ട് എന്ന് തോന്നില്ല എന്ന് പറയാം. തുടർന്ന് അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത. തസ്മാദ്യുധ്യസ്വ ഭാരത. ഹേ അർജുന, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യേണ്ടതാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആദ്യത്തെ ഭഗവാന്റെ യുദ്ധ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. ഏതുകൊണ്ട്? എത്ര വൈരുദ്ധ്യം നിറഞ്ഞതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരുവനും സാധ്യമല്ല. എന്നിരിക്കെ നീ എന്തു വേണം? യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് എമേഴ്സനൊക്കെ കിതാബ് മടക്കി വെച്ചത്. ഇത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും സങ്കീർണമായിട്ടുള്ള ഈ ഒരു
അർജുനനെ ഇതിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സങ്കീർണതയുണ്ടല്ലോ, അത് മനസ്സിലാവാതെ പോയത് അത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പലർക്കും. നമുക്കും ചിലപ്പോൾ തോന്നും, ഗീത ക്രമത്തിൽ പഠിക്കുമ്പോൾ തോന്നിക്കാൻ വേണ്ട ഉപായങ്ങളൊക്കെ സ്വാമി മെനയും എന്ന് പറയാം. എത്രത്തോളം നിങ്ങൾ സങ്കീർണത നിങ്ങളിൽ വരുന്നുവോ അത് ശാസ്ത്രം കൂടുതൽ ഉൾക്കൊള്ളാൻ അനുഗ്രഹം എന്താ പറയാ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ക്രമത്തിൽ നമ്മൾ മനസ്സിലാക്കി വരുമ്പോ ഇതാ തൊട്ട് മുൻപ് ഭഗവാൻ പറഞ്ഞതും ഇതാ ഇപ്പം പറയാൻ പോകും പറയുന്നതും ഇപ്പൊ പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്തവന്ത ഇമേ ദേഹാഹ നിത്യസ്യ ഉക്ത ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ തസ്മാത് ഹേ ഭാരത യുദ്ധ്യസ്വ. നിത്യസ്യ അനാശിനഃ അപ്രമേയസ്യ. നിത്യസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യൻ. നിത്യൻ എന്ന് പറഞ്ഞാൽ എന്നും ഉള്ളത്. അനാശിനഃ, അനാശി എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. അപ്പൊ എന്നും നിത്യ എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ സ്വാമി. അതെ, മതി. അനാശി എന്ന് പറഞ്ഞാൽ എന്താ? അത് നാശമില്ലാത്തതുകൊണ്ട് നിത്യം ഉള്ളതിന് നാശം ഇല്ല എന്ന് ഉറപ്പാക്കുക. അനാശിനഃ അപ്രമേയസ്യ. അത് ഇന്ന പ്രകാരത്തിലെന്ന് പറയാൻ പറ്റാത്തത്, ഇന്ന വിധമെന്ന് പദച്ഛേദം ചെയ്യാനോ പരിച്ഛേദം ചെയ്യാനോ ഒന്നും പറ്റാത്തത്. അപ്രമേയം, പ്രമേയത്തിനപ്പുറത്ത്. അപ്രമേയം. നിത്യസ്യ അനാശിനഃ അപ്രമേയസ്യ. പിന്നെയോ ശരീരിണഃ. ശരീരിണഃ എന്ന് പറഞ്ഞാൽ ശരീരത്തോട് കൂടിയിട്ടുള്ള ആത്മാവിന്റെ ഇമേ ദേഹാഹ, ഈ ദേഹങ്ങൾ, നിന്റെയും എന്റെയും ഈ രാജാക്കന്മാരുടെയൊക്കെ ദേഹങ്ങള് അന്തവന്ത. ഇതിനെന്താണ് അന്തവന്ത എന്ന് പറഞ്ഞാൽ? തമിഴിലെ അന്തവന്ത അതല്ല, അന്തവന്ത എന്ന് പറഞ്ഞാൽ അതിന് അവസാനം ഉള്ളതാണ്. അപ്പൊ എന്റെയും നിന്റെയും ഒക്കെ ഉള്ള ശരീരമുണ്ടല്ലോ, ദേഹിനഹ, ഇതിനെന്തുണ്ട്? ഇതിന് അവസാനം ഉണ്ട് എന്ന് ഇത് ഉക്താഹ പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശരീരത്തിന് 6 വികാരങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി. അപ്പൊ ഇതിന് നാശമുണ്ട്. ഇതാണ് ഭഗവാൻ ഉക്താഹ എന്ന് പറയുന്നത് പറയപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 6 വികാരങ്ങൾക്ക് വിധേയമാണ് ശരീരം എന്നാണ്. ആ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയതാണ് അത്രേ? ത്വങ് മാംസ രുതിരസ്നായു മേധോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിതം വപുഹു. ഇതം വപുഹു. ഈ വപുസിനെ അറിയണം. എങ്ങനെ അറിയണം? ഇതിനെന്തുണ്ട്? ത്വങ് മാംസ രുതിരസ്നായു. ത്വക്കുണ്ട്, തൊലി, മാംസമുണ്ട്, രുതിരം രക്തമുണ്ട്, സ്നായു ഞരമ്പുണ്ട്, അസ്ഥി എല്ലുണ്ട്, മജ്ജ അതിനകത്ത് മജ്ജയുണ്ട്. അങ്ങനെ ഇതിന്റെ എല്ലാം കൂടെ ഇതിൽ നിന്നൊക്കെ ഇതിന്റെ സംഘാതമായിട്ട് പരിണമിച്ച മലവും മൂത്രവുമുണ്ട്. ഇങ്ങനെ സപ്തധാതുക്കളാൽ നിർമ്മിതമാണ്. ശരീരത്തിന്റെ ഉണ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. അതൊക്കെ എന്താണ്? അന്തവന്തഃ ഇതി ഉക്താഹ. അതിന് അവസാനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അർജുന തസ്മാത് യുദ്ധ്യസ്വ. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. ഇവിടെ വീണ്ടും നമ്മൾ ഈ 1-ാം അധ്യായത്തിലേക്കൊക്കെ പിറകിലേക്കൊക്കെ ഒന്ന് വരുന്നത് നല്ലതാണ്. യുദ്ധം 2 പ്രകാരത്തിൽ സ്വാമി പറയും. ഒന്ന് സൂക്ഷ്മതലത്തിലും സ്ഥൂലതലത്തിലും. രണ്ടിനോടും അങ്ങേയറ്റം നീതി പുലർത്തിക്കൊണ്ടാണ് വ്യാസൻ പോകുന്നത്. രണ്ടും. യുദ്ധം ആദ്യം ആരംഭിക്കുന്നത് ഉള്ളിലാണ്. ഉള്ളിലുണ്ടെങ്കിലാണ് പുറത്ത് യുദ്ധം നടക്കുക. അപ്പം നമ്മൾ ആലോചിക്കുക, ഇപ്പം ഭഗവാൻ പറയുന്നത് ഇനി ഒന്നുകൂടെ കുറച്ചുകൂടെ മുൻപിലേക്ക് വരണം. എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് ചവിട്ടിയിട്ട് നമുക്ക് പിറകിലേക്ക് പോയാൽ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്താൽ നല്ലതാണെന്ന് പറയാം. ഭഗവാൻ പറഞ്ഞു, തൊട്ട് മുൻപ് പറഞ്ഞു, എന്താണ്? നീയും ഈ കാണുന്ന രാജാക്കന്മാരും ഞാനും ഒക്കെ ഉണ്ടല്ലോ, എന്നും ഉള്ളതാണ്. നീയും ഈ കാണുന്ന എല്ലാം. അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാളാലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഇതും ഭഗവാൻ പറഞ്ഞു. മാത്രമല്ല ശരീരത്തിന് എന്തുണ്ട്?
നാശമുണ്ട്. ശരീരം നശിക്കുന്നതാണ്. അപ്പൊ ശരീരം നശിക്കുന്നതാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ എന്തു വേണം? തസ്മാത് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ഈ അറിവില് ഒരു യുദ്ധം നടന്നാൽ, ഈ അറിവിലാണ് ഒരുവൻ യുദ്ധം ചെയ്യുന്നതെങ്കിൽ അത് യജ്ഞമാണെന്നാണ്. ഈ അറിവില്ലാതെയാണ് ഒരുവൻ യജ്ഞം ചെയ്യുന്നതെങ്കിൽ അത് യുദ്ധമാവും. അതുകൊണ്ടാണ് ദക്ഷന്റെ യജ്ഞം യുദ്ധമായത്. അവിടെ ഭഗവാനെ നിരാകരിച്ചു. അതായത് ഭഗവാൻ ഇനി പറയാൻ പോകുന്നുണ്ട്, സ്വാമി ഇവിടെ വെച്ച് നിങ്ങൾക്ക് ശ്ലോകം എന്തെങ്കിലും ഒരു തടസ്സം സൃഷ്ടിച്ചാൽ ആ തടസ്സം ഒന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി പറയുകയാണ്. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, ഇവരെ ഞാൻ നേരത്തെ ശരിയാക്കിയിട്ടുണ്ട്, നേരത്തെ ഇവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു എന്ന്. അപ്പൊ ഇനി ഇവിടെ അർജുനൻ ഒരു യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ആ യുദ്ധം ചെയ്യുന്നത് അർജുനനല്ല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, എഴുന്നേറ്റോടിയ ആർക്കിമിഡീസും അതുപോലെ മറ്റുള്ള ശാസ്ത്രകാരന്മാരൊക്കെ അവരല്ലാതെയായി തീർന്നത്. കാരണം ആ വിശ്വമായി പരിണമിക്കുന്ന ആ പരിണാമമുണ്ടല്ലോ, ആ പരിണാമത്തിലേക്ക് അർജുനനെ ഒന്ന് ഭഗവാൻ ഒന്ന് ഉയർത്തുക. കാരണം അർജുനൻ നോക്കൂ, ഇതില് 1-ാം അധ്യായത്തിൽ ഇവിടെ വെച്ചിട്ടാണ് 1-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് സ്വാമി തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. ഇപ്പം ഭീഷ്മ പിതാമഹൻ 1-ാം അധ്യായത്തില് ശംഖു മുഴക്കി കൗരവപക്ഷത്താണ്. ആ ശംഖു മുഴക്കിയതിനെ ഈ പാണ്ഡവപക്ഷത്ത് നിന്ന് ഏറ്റെടുക്കുന്നത് ഭഗവാനാണ്. സത്യം പറഞ്ഞാൽ ഭഗവാൻ നിരായുധനാണ്, യുദ്ധം ചെയ്യില്ല എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിരായുധനായിരിക്കും, ആരോടും യുദ്ധമില്ല എന്ന് എല്ലാവർക്കും പറയാം. ഭഗവാൻ നേരിട്ട് യുദ്ധമൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ശരിക്കു പറഞ്ഞാൽ ഒരു പാണ്ഡവപക്ഷത്തെ സൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനാണ് അത് ഏറ്റെടുത്ത് വിളിക്കേണ്ടത്. ശരിക്കു പറഞ്ഞാൽ അവിടെ ഭീഷ്മർ അത് പറയുന്ന സമയത്ത് ഇതാണ് ഭഗവാന്റെ ഈ പ്രവൃത്തികൾ നമ്മൾ കാണണം. അത് ഭഗവാൻ പറയുന്നത്, ഭഗവാന്റെ വലിയ ലീല അല്ലെങ്കിൽ കാണിച്ചു തരുന്നത്, ഒരു വെല്ലുവിളി, ഒരു യുദ്ധമെങ്കിൽ യുദ്ധം, ഒരു പക്ഷത്ത് നിന്ന് എതിർപക്ഷത്ത് നിന്ന് അത് ഉണ്ടാകുന്ന സമയത്ത്, അതിനെക്കുറിച്ചാണ് ഈ പാഞ്ചജന്യമൊക്കെ മുഴക്കിയത് പറഞ്ഞുവല്ലോ. എന്നാലും ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഭഗവാൻ അത് ഏറ്റെടുക്കുന്നത് നമുക്കും ഒരു സ്വീകാര്യമായിട്ടുള്ള ഒരു മാതൃക. ഏതും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്ന് പറയാം. ജീവിതം എന്നതേ യുദ്ധമാണ്. ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടി കൊടുക്കുക. മറുപടി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രതികാരത്തോടു കൂടിയായിരിക്കരുത്. പല വിധത്തിൽ നമുക്കതിനെ ഏറ്റെടുക്കാം. ഒരാളൊരു വാക്ക് പറയുമ്പം നമുക്കതിന് തിരിച്ചു പറയാം. തിരിച്ചു പറയുന്ന ഒരു ശൈലിയുണ്ട്, ഇല്ലേ? തിരുമേനി ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് തിരുമേനിയെ വളരെ മോശമായിട്ട് തിരുമേനിയോട് എന്തൊക്കെയോ പറഞ്ഞു ഒരാള്. അങ്ങനെയുള്ളവനെ ഇങ്ങനെയുള്ളവനെ കുറെ ഡാഷുകൾ പറഞ്ഞു. ഇവിടെ മൈക്കിൽ പറയാൻ പറ്റില്ല, അത് അങ്ങനത്തെ പറഞ്ഞു. അപ്പൊ തിരുമേനി തിരിച്ചു പറഞ്ഞു എന്നാ, പാൽപ്പായസം കുടിയൻ, സാമ്പാർ കുടിയൻ, ആ വീല് കഴിക്കുന്നവൻ എന്നൊക്കെ. അപ്പൊ കേട്ടിരുന്ന ആൾക്ക് അത്ഭുതം. ഹായ് തിരുമേനി, എന്താ ഇത്? നാം കഴിക്കുന്നത് നാം പറഞ്ഞു, അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ ഏറ്റെടുക്കലുണ്ടല്ലോ, ആ ഏറ്റെടുക്കുമ്പം തന്നെ അതിനെ സ്വീകരിക്കലാണ്. ഇതാണ് ഭഗവാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം, ആദ്യത്തെ പ്രോസസ്സിംഗ് അതാണ്. അപ്പൊ അതിന് വ്യാസൻ എന്തു ചെയ്തിരിക്കുന്നു? യുദ്ധഭൂമിയെ തന്നെ ഈ തത്വം അനാവരണം ചെയ്യാൻ അവതരിപ്പിച്ചിരിക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അർജുനൻ നമ്മുടെ പ്രതിനിധിയാണ്. ഉപനിഷത്തിലെ ഋഷി ഈ സത്യം ഒരു മരച്ചുവട്ടിലിരുന്ന് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ഭൂമികയിൽ ഈ സത്യം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ വ്യാസന് തോന്നി പോരാ എന്ന്. കാരണം നമ്മുടെ ഭൂമിക അങ്ങനെയല്ല. ഉപനിഷത്ത് വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയിലല്ല നാം സത്യത്തെ അന്വേഷിക്കുന്നത്. നാം സത്യമാണ് അന്വേഷിക്കുന്നത്. ഏത് പ്രകാരത്തിൽ എന്നാൽ ഒരു സമാധാനമില്ലല്ലോ വീട്ടില്. അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത് ഈശ്വര? എന്നാ പോയി കുറച്ച് ഗീത കേൾക്കാം. അപ്പൊ ഒരിക്കലും നാം ഒരു ആശ്രമത്തിൽ പോയിട്ട് ചേരും എന്നൊന്നും ഇത്രയും നിങ്ങളൊക്കെ ഇപ്പൊ ശരി ഒരു ആശ്രമത്തിൽ നമുക്ക് 3 കൊല്ലം പഠിക്കാം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കൊക്കെ വരാൻ. അങ്ങനെ നിങ്ങളെ ക്ഷണിക്കുന്നതും തെറ്റാണ്. അപ്പൊ വ്യാസൻ നമ്മളെയൊക്കെ കണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ കർമ്മക്ഷേത്രത്തില് അതിന്റെ മധ്യത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഇവിടെ നാം നാം അത് ഏറ്റെടുക്കുന്നുണ്ടോ?
അത് ഭീഷ്മരുടെ ഭാഗത്തുനിന്നാവട്ടെ ആരുടെ ഭാഗത്തുനിന്നാവട്ടെ, അത് ഭീമനായിരുന്നു ഏറ്റെടുത്തിരുന്നതെങ്കിൽ, ഒരു മഹാത്മാവ് ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകുമ്പോൾ പറയുന്നത്, ഈ ഭീഷ്മര് മുഴക്കിയ ശംഖനാദം, ആ കുരുവൃദ്ധ പിതാമഹനായിട്ടുള്ള സിംഹനാദം വിനദ്യ ഉച്ചൈ ശംഖം ദദ്മൗ എന്ന് പറയുന്നത് ഏറ്റെടുത്തത് ഭീമനായിരുന്നുവെങ്കിൽ ഇതിന്റെ കഥ തന്നെ വേറെയായേനെ എന്നാണ്. ഭഗവാൻ അത് ഏറ്റെടുത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി. അത് സ്വീകരിച്ചത് ഭഗവാനാണ്. ആ സമയത്ത് തന്നെ അർജുനന് ഒരു നിമിത്തമാവുകയാണ്. പിന്നെ അതൊരു വല്ലാത്തൊരു പോക്കാണത്. നിങ്ങളത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ വിളി ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ആകെ ഒലഞ്ഞു പോകും. ഈ ഒലച്ചിൽ, തേർത്തെട്ടിലെ ഒലച്ചിലൊക്കെ നമുക്കും ഉണ്ടാവും. ചിന്മയാൻ സ്വാമികൾ പറയും, അനുഗ്രഹം പൂമഴ പോലെയല്ല, കനൽ മഴ പോലെയാണ്. തലമണ്ടയിലെ രോമൊക്കെ കത്തിപ്പോവും. ഒന്നും ഉണ്ടാവില്ല എന്നാണ്, റേഡിയേഷൻ കഴിഞ്ഞ പോലെ. അത് തയ്യാറാക്കലാണ് നമ്മളെ. ICUവിൽ വെച്ചിട്ടാണ് നമ്മൾ ICU എന്ന് പറയുക. അത് അതിലേക്ക് വീഴാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോകലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തസ്മാത് യുദ്ധ്യസ്വ എന്ന് പറയുമ്പം അർജുനനെ ഭഗവാൻ ഒന്ന് തയ്യാറാക്കുക, എന്നിട്ട് വേണം ഇനി പറഞ്ഞു കൊടുക്കാൻ. മുൻപിലേക്ക് നമുക്ക് പോവാം. യുദ്ധം എങ്ങനെയാണ് അവിടെ അനാവരണം ചെയ്യുന്നത്, എന്താ ഭഗവാൻ പറയുന്നത്? ഇപ്പൊ തസ്മാത് യുദ്ധ്യസ്വ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് വിസ്തരിച്ച്. ആരാണ് നിന്റെ ശത്രു, ആരെയാണ് നീ ഇല്ലായ്മ ചെയ്യേണ്ടത്? ബാഹ്യമായി അർജുനൻ ദുര്യോധനാദികളും ധൃതരാഷ്ട്രപുത്രന്മാര് അർജുനൻ ശത്രുവായി കാണുന്നുവെങ്കിൽ ഭഗവാൻ അത് തിരുത്തുന്നുണ്ട്. ആ തിരുത്തുന്ന ശ്ലോകം നമുക്ക് സ്പഷ്ടമായിട്ട് വായിച്ചെടുക്കാം. കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. മൂലമന്ത്രത്തിൽ തന്നെ അത് എന്താ പറയാ, അന്തർലീനമാണ്. അതുകൊണ്ട് നിത്യസ്യ അനപ്രമേയസ്യ ശരീരിണഃ ഇമേ ദേഹാഃ അന്തവന്തഃ ഇതി ഉക്താഃ. അതുകൊണ്ട് തന്നെ തസ്മാത്, ഈ തസ്മാത് ഒരു ഗീതയിലെ ഭഗവാന്റെ ഒരു പ്രത്യേക പ്രയോഗമാണ്. അതുകൊണ്ട് തസ്മാത്. ഏതുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോച്യാൻ അന്വശോചസ്ത്വം മുതൽ ഇതുവരെ. അതുകൊണ്ട് നീ എന്തു വേണം? യുദ്ധ്യസ്വ, യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. തുടർന്ന് യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. യഹ യാതൊരുത്തൻ, ഏതൊരുവൻ, ഏനം ഇവനെ, ആത്മാവിനെ, നിന്റെയും എന്റെയും ഈ രാജാക്കന്മാരുടെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവൃതമായിട്ടുള്ള ഏതൊന്നിനാൽ ആവൃതമായി ഈ വിശ്വം നിലകൊള്ളുന്നുവോ അതിനെ എന്നാണ്. ഇവനെ ഏനം ഹന്താരം വേത്തി, കൊല്ലുന്നവനെന്ന് വേത്തി അറിയുന്നു. യഹ യാതൊരുവൻ, ഏനം. ഗംഭീരായിട്ടുള്ള ശ്ലോകമാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായി എഴുതി വെച്ചോളൂ, അടിവരയിട്ട് വെച്ചോളൂ. ആദ്യം ഭഗവാൻ പറയുന്നത് യഹ യാതൊരുവൻ, അതായത് നമ്മളോടാണ്. യഹ ഞാൻ എന്തറിയുന്നു? ഏനം ഹന്താരം ഇതിവേത്തി, ഞാൻ എന്തറിയുന്നു? ഇവനെ കൊല്ലുന്നവനെന്ന് അറിയുന്നു. അതായത് ഞാൻ ഒരുത്തനെ കൊല്ലുന്നു എന്ന് ഞാൻ അറിയുന്നുവെങ്കിൽ, ഇതാണ് പച്ച മലയാളം. ഞാൻ അവനെ കൊല്ലാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്നാൽ അവൻ കൊല്ലപ്പെടുന്നു എന്നാരെങ്കിലും അറിഞ്ഞാൽ എന്നാണ്. തുടർന്ന് പറയുന്നു, ഏനം ഇതിനെ, ഈ ആത്മാവിനെ, ഹതം ച മന്യതേ, അയ്യോ കൊല്ലപ്പെട്ടതായി കരുതുന്നത്. ആരാലെങ്കിലും കൊല്ലപ്പെട്ടതായി, ഹതം ച മന്യതേ. തൗ ഉഭൗ, ഇവർ രണ്ടുപേരും.
ഇനി നാളെ ഇവരാൽ ഞാൻ മരിച്ചു പോകുമെന്നും അല്ലെങ്കിൽ ഞാൻ ഇവരെ കൊല്ലുമെന്നും ഇങ്ങനെയൊക്കെ ആരാണോ അറിയുന്നത് തൗ ഉഭൗ, അവർ രണ്ടുപേരും ന വിജാനീത, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അയം ഇവൻ ആത്മാവ് ന ഹന്തി, ഇത് കൊല്ലപ്പെടുന്നില്ല, ന ഹന്യതേ, കൊല്ലുന്നുമില്ല. ഇതൊരാളെ കൊല്ലുന്നില്ല, ഇത് കൊല്ലപ്പെടുന്നും ഇല്ല. സ്വാമിയെ വട്ടുപിടിക്കാൻ വേറെ ഒന്നും വേണ്ട. മനുഷ്യന് ഒരുമാതിരി ഉണ്ടല്ലോ, ഇതന്നെ അധികമാണ് അല്ലേ? എന്താ ഇപ്പം നിങ്ങൾ പറയുന്നത്? സ്വാമിക്ക് വല്ല പിടിപാടുണ്ടോ? അല്ല, ആലോചിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത്? എന്താ സ്വാമി ഒന്നുകൂടെ പറയുന്നു. യഹ, മനസ്സിലായി, യാതൊരുവൻ. ഇപ്പം ഞാൻ എന്ന് പറയാം. എന്താ അറിയും? എങ്ങനെ? ഏനം, ഇതിനെ, ആത്മാവിനെ. ശരി, എനിക്ക് അതിനെ പിടികിട്ടിയിട്ടില്ല. പറഞ്ഞപ്പോ ഏകദേശം ഒരു ധാരണ വന്നു. അങ്ങനെ വരാവൂ. ആത്മാവിനെ പിടികിട്ടിയോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. തിരുമേനി പറഞ്ഞതുപോലെയാവും. തിരുമേനി കുറെ കാലം പറഞ്ഞു നടന്നു. എന്താ? മനസ്സിലായില്ല 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 എന്ന്. പിന്നെ തിരുമേനി പറയാൻ തുടങ്ങി, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ആളുകൾ, ഹാവു തിരുമേനി, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരി, എന്താ മനസ്സിലായത്? മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. മനസ്സിലായി എന്ന് ആത്മാവിനെ, ആ ശരി സ്വാമി ഏകദേശം എനിക്ക് അങ്ങനെയൊന്നും ആവരുത്. അതായത് എല്ലാ പ്രവൃത്തികൾക്കിടയിലും വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, വാക്കുകൾ എവിടെയാണ് ചെന്ന് അസ്തമിക്കുന്നത് നോക്കിക്കോളൂ. എല്ലാ പ്രവൃത്തികൾക്കിടയിലും നിഷ്ക്രിയമായിരിക്കുന്ന ഒരു സത്യം, എല്ലാ മാറ്റങ്ങളിലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നത്, എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയായി വർത്തിക്കുന്നത്, അതിനെയാണ് ഇവിടെ തൊട്ടു മുമ്പ് അപ്രമേയം എന്ന് പറഞ്ഞത്. അളക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം അളക്കണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനെയും അളക്കാം. എത്ര കിലോ, എത്ര നീളം, വീതി, അത് സ്ക്വയറാണോ, അത് ത്രികോണമാണോ, സമചതുരമാണോ, അത് കുറിയതാണോ, വലിയതാണോ, ഉരുണ്ടതാണോ, പരന്നതാണോ? ഒന്നുമല്ല. അല്ല സ്വാമി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താ കേട്ടത്? അത് ഒരു കട്ടയാണെന്ന്. അതെ, സച്ചിദാനന്ദ കട്ട. അപ്പോ വിചാരിക്കും നമ്മളൊരു ഇഷ്ടിക പോലെ, ഒരു സ്വർണത്തിന്റെ ഒരു ഇഷ്ടിക പോലെ അതിങ്ങനെ കട്ട കട്ട. നമുക്ക് ഈ കട്ട ആകെ മനസ്സിലായിട്ടുള്ളത് ഈ കട്ട മാത്രമേ ഉള്ളൂ, ഈ ഹലുവ പോലെ അല്ലെങ്കിൽ ഇഷ്ടിക. പേരിലൊന്നും പോയി കുടുങ്ങരുത്. സച്ചിദാനന്ദ കട്ട പറഞ്ഞ ആൾക്കത് കൃത്യമാണ്. അപ്പം പറയുന്നു, യഹ, യാതൊരുവൻ ഏനം ഹന്താരം വേത്തി, ഇവനെ എന്തറിയുന്നത്? കൊല്ലുന്നവനെന്നറിയുന്നത്. ഒരറിവ്. അതായത് ഞാൻ ഒരാളെ കൊല്ലുന്നു എന്നറിഞ്ഞാൽ, അഹിംസയെക്കുറിച്ചാ പറയാൻ പോണു കേട്ടോ. ഇതിനെയാണ് അഹിംസ എന്ന് പറയുക. ഒന്നിനെ ഹിംസിക്കാതിരിക്കുന്ന പരമമായ സത്യമുണ്ടല്ലോ, അഹിംസ എന്ന സിദ്ധാന്തം ഭഗവാൻ കൃഷ്ണൻ അവതരിപ്പിക്കുന്നതാണ്. ഇതാണ്. പക്ഷേ എന്തുകൊണ്ടോ നാം ഗാന്ധിജിയുമായി ചേർത്ത് അഹിംസയെ മനസ്സിലാക്കിയപ്പോൾ നമുക്കതിന്റെ പൂർണ്ണത പിടികിട്ടാതെ പോയി. അത് ഗാന്ധിജിയുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ വിചാരിച്ചു ഒന്നിനെയും കൊല്ലാതിരിക്കലാണ് അഹിംസ എന്ന്. ഈ അറിവാണ് അഹിംസ. ഈ അറിവിൽ ഒരുവൻ വർത്തിക്കുന്നുവെങ്കിൽ അവൻ അഹിംസാവാദിയാണ്. അല്ലാതെ ഇങ്ങനെ വായൽ ഒരു തുണിയും കെട്ടി എപ്പോഴും എല്ലാം നോക്കിക്കൊണ്ട് നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ ഊഷ്മജത്തെയും സ്വേദജത്തെയും ഒക്കെ നിരാകരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഇവിടെ ഊഷ്മജ, സ്വേദജ, ജീവജാലങ്ങളുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ മാത്രം നിലകൊള്ളുന്നവ. അത് നാം പ്രാണനെ എടുക്കുന്ന സമയത്ത്, ഉച്ഛ്വസിക്കുന്ന സമയത്ത് അതിന് മരണവും മറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയാ? നമ്മൾ മുറ്റടിച്ചു വാരുമ്പോൾ ഉറുമ്പുകളൊക്കെ മരിക്കണം. അഹിംസയൊന്നും നടപ്പില്ല. നടപ്പില്ലാത്തതല്ല, നടപ്പുള്ളതായി. ഈ അറിവിൽ ഒരുവൻ വർത്തിക്കുന്ന സമയത്ത് അവന് വലിയൊരു തിരിച്ചറിവുണ്ടാവും. എന്താ തിരിച്ചറിവ്? എനിക്ക് ഒന്നിനെയും ഇല്ലായ്മ ചെയ്യാനോ
മറ്റൊന്നിനെ എന്നെ ഇല്ലായ്മ ചെയ്യാനോ സാധ്യമല്ല എന്ന തിരിച്ചറിവില് ജീവിക്കുമ്പോഴാണ് അഹിംസ ഇവിടെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് എന്നും ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമായിട്ട് നിലകൊള്ളും. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ അറിയുന്നുവെങ്കിൽ, എങ്ങനെ ഞാൻ ഇതിനെ കൊല്ലുന്നു, ഞാൻ കൊല്ലപ്പെടുന്നു, ഏനം ഹതംശ മന്യതേ, ഇവനെ ആത്മാവിനെ കൊല്ലപ്പെട്ടതായും ആരറിയുന്നു, മന്യതേ കരുതുന്നു, തൗ ഉഭൗ അവർ രണ്ടുപേരും ന വിജാനീത അവർ പരമാർത്ഥം അറിയുന്നില്ല, സത്യം അറിയുന്നില്ല. എന്തെന്നാൽ അയം ന ഹന്തി ഇത് കൊല്ലുന്നില്ല, ഇതൊരാളെയും കൊല്ലുന്നില്ല, ന ഹന്യതേ കൊല്ലപ്പെടുന്നും ഇല്ല. അതാണ് ഞാൻ. പിന്നെ ഈ ഒരു അറിവിൽ എന്ത് വേണമെങ്കിലും, സ്വാമി ഇതാണ് മനസ്സിലാവാത്തത്. ഈ അറിവ് കിട്ടിയാൽ പിന്നെ നമ്മളില്ല. ഞാൻ എന്ന വ്യക്തിത്വം അഴിഞ്ഞു വീഴുന്നത് ഇവിടെയാണ്. ഇവിടെ വീഴണം. അതില്ലാതെ ഭഗവാൻ യുദ്ധം ചെയ്താലുള്ള ദോഷത്തെയാണ് ഭഗവത്പാദര് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഭഗവാൻ ഇതിനെ അങ്ങോട്ട് വിസ്തരിക്കുന്നുണ്ട്. ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ തുടർന്ന് ഭഗവാൻ അതിനെ കുറച്ചും കൂടെ ലളിതവത്കരിക്കാൻ പോകുന്നുണ്ട്. അർജുനൻ ഭഗവാന്റെ മുൻപിൽ വെക്കുന്നത് എന്റെ ആളുകൾ എന്നുള്ളതാണ്. എന്റെ ആളുകളെ, എന്റെ വേണ്ടപ്പെട്ട ആളുകളെ എങ്ങനെ ഞാൻ കൊല്ലും എന്നുള്ളതാണ്. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ 2-ാം അധ്യായം നന്നായി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു കാരണവശാലും അത് എന്താ പറയാ മനസ്സിലാകാതെ പോകരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് സ്വാമി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാം. കാരണം എവിടെയോ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ചിലരൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ 1-ാം അധ്യായത്തിനെ ഒന്ന് നമുക്ക് ഓർമ്മ വേണം. 1-ാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതില് ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ടുള്ള ഒന്ന് പ്രധാനമായിട്ട് ഇതാണ്, എന്റേത് എന്നുള്ളത്. ആചാര്യസ്വാമികൾ അതിനെ സംഗ്രഹിച്ച് അവതരിപ്പിച്ചു. മമ ഏഷാം അഹം ഏതേ ഇതി ഭ്രാന്തിപ്രത്യയ നിമിത്തം. അജ്ഞാതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഭ്രമജനിതമായ ചിന്തയാണ് അർജുനനെ കൊണ്ട് ഇത് ചിന്തിപ്പിച്ചത്. അപ്പൊ 2-ാം അധ്യായത്തില് ഭഗവാൻ ഇത് പറയുമ്പം നാസതോ വിദ്യതേ ഭാവഃ നാ ഭാവോ വിദ്യതേ സതഃ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും അർജുനൻ ചോദിച്ചതിന്റെ ഉത്തരവൊന്നും അല്ലല്ലോ ഭഗവാൻ പറയുന്നത്. അപ്പൊ അർജുനനില് നമ്മൾ ആദ്യം കാണുന്നത് ഒരു എന്താ പറയുക, ഒരു അഹിംസാ സിദ്ധാന്തത്തെ അർജുനൻ അവതരിപ്പിക്കുന്നു. അർജുനന്റെ അവതരണമൊക്കെ കേമാണ്, ഒന്നും മോശമല്ല. അതേ സമയത്ത് അർജുനനിൽ പിടികൂടിയിട്ടുള്ള ഒന്ന് ഇത് മാത്രമാണ്, ഞാനെന്നും എന്റേതെന്നും. സ്വജനം ഹി കഥം ഹത്വ, സ്വന്തം ആളുകളെ എങ്ങനെ കൊല്ലും എന്നാണ് ഭഗവാന്റെ ഇത് ഒന്ന് ആഴത്തിൽ മനനം ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം എന്ന ചിന്ത തന്നെ കൊല്ലലാണ്. അതെ, ഗീതയുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തിന്റെ വെളിച്ചത്തിൽ ഹിംസ എന്നത് എന്റേത് എന്ന ചിന്ത തന്നെയാണ്. അപ്പം അഹിംസയിലേക്ക് പോകുന്ന അർജുനനെ ഭഗവാൻ ഹിംസയിലേക്ക് നയിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. കൃഷ്ണൻ അങ്ങനെ ഒരു ദൗത്യം ഇല്ല, ഒരിക്കലും അത് ചെയ്യൂ ഇല്ല. അർജുനനിൽ ഹിംസ തന്നെയാണുള്ളത്. കാരണം നമ്മളിലൊക്കെ പറയുന്നതാ. അർജുനൻ രൂപപ്പെട്ടതേ അങ്ങനെയാണ്. യോദ്ധാവാണ് അർജുനൻ. അർജുനൻ വേദമല്ല പഠിച്ചത്, വേദം പേരിന് പഠിച്ചു എന്നേ ഉള്ളൂ. അർജുനന്റെ വേദം ധനുർവേദമാണ്, അസ്ത്രശസ്ത്രവിദ്യയിലാണ് നിപുണനാണ് ആള്. ഇവിടെ ഭഗവാൻ പറയുന്ന ആ കാര്യം, ഈ ശ്ലോകങ്ങൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഗീത നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയാം. അത് കുറച്ചൊരു വിഷമം ഉണ്ടാവും മനസ്സിലാക്കാൻ. അപ്പൊ എന്റേത് അഥവാ ആ സംഘം, അത് ആ വികാരം
ഹിംസയായിട്ടാണ് ഉപനിഷത്തിലും അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഹിംസയുടെ ആണിക്കല്ല് അതിന്റെ മുകളിലാണ് അടിച്ചിരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെന്ന് ഞാൻ എണ്ണുന്ന സമയത്ത് എന്റെ ശത്രുക്കളെ ഞാൻ എണ്ണിക്കഴിഞ്ഞു. എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ് ഞാൻ ചിലരെ കാണുന്നുവെങ്കിൽ ഞാൻ എന്റെ ശത്രുക്കളെയും കാണുന്നു. ഭഗവാൻ ഇത് രണ്ടിനും എതിരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ അവസാനം, ഇത് ഗീത നിങ്ങൾക്ക് എന്തിനാ സ്വാമി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രമത്തിൽ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ചിലപ്പം ഇത് വിട്ടുപോകും, കണ്ണി വിട്ടുപോകും. ഭഗവാൻ ഈ ആശയം അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനൻ 1-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി 18-ാം അധ്യായത്തിൽ വരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. കാരണം എനിക്ക് ശത്രുവും മിത്രവും ഇല്ല. എനിക്ക് ശത്രു എന്നോ മിത്രമെന്നോ ഇല്ല. നമ്മൾ വിചാരിച്ചേക്കണ്ട. എന്താ ദേവന്മാര് ഭഗവാന്റെ ആൾക്കാരെന്നും അസുരന്മാര് ഭഗവാന്റെ ആൾക്കാർ, ഭഗവാൻ അങ്ങനെ ഇല്ല. അതുകൊണ്ട് സുഹൃത്ത് എന്ന ആരെങ്കിലും ചിലരെ എണ്ണുന്നുവെങ്കിൽ അവൻ ആരെ എണ്ണുന്നു? ശത്രുവിനെയും കൂടെ കൂട്ടത്തിൽ എണ്ണുകയാണ്. അതിൽ അമ്മാവൻ, അച്ഛൻ, ഗുരുക്കൻ ഇത്യാദികളൊക്കെ പറയുമ്പം ആ അഹിംസയുടെ പരമമായ തലത്തിലേക്ക് ഉയരുന്ന ഒരുവന് ന ബന്ധുർ നൈവ ശിഷ്യ ന ഗുരുർ ന പുത്ര ന ബന്ധു മിത്ര കളത്ര ഇത്യാദികളെയൊക്കെ അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഈ എന്റേത് എന്നതാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്റേത്, അഹമേഷാം മമ ഏതേ, ഇത് ഹിംസയാണ്. ഇതാണ് ഹിംസ. ഇതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ കൊലപാതകം. ഇത് നാം മറ്റുള്ളവരെയും കൊല്ലുന്നു, നമ്മെ തന്നെ കൊല്ലുന്നു എന്ന് പറയാം. ഇതിനെതിരാണ് ഭഗവാൻ. അപ്പൊ അജ്ഞാനജന്യമായിട്ടുള്ള ചിലതിനെ ഇല്ലായ്മ ചെയ്താലേ അർജുനൻ ഭഗവാന്റെ കൈകളിലേക്ക് വീഴുള്ളൂ. ശരിക്കും അങ്ങോട്ട് വീണിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് അർജുനൻ ഇവിടെ ബാഹ്യമായി നമുക്ക് അർജുനൻ അഹിംസയിലാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നാമെങ്കിലും സൂക്ഷ്മമായി അന്വേഷണത്തെ എന്താ പറയാ, നമ്മൾ അടിയിലേക്ക്, അതിന്റെ അഗാധതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹിംസാത്മകൻ തന്നെയാണ് അർജുനൻ. എന്തുകൊണ്ടെന്നാൽ എന്റേത് എന്ന ചിന്ത ഉണ്ടായി. അഹിംസയില് എന്റേത് എന്ന ചിന്തയെ ഉണ്ടാവില്ല. അഹിംസാവാദിക്ക് ഒരിക്കലും എന്റെ ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. ഇത് മാത്രമേ ഉള്ളൂ അർജുനന്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? അവരെന്നെ കൊന്നോട്ടെ. ഭഗവാൻ അതിനും എതിരോ അനുകൂലമോ അല്ല. അതുകൊണ്ട് ഇനി കൃഷ്ണന്റെ പാർട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അർജുനന്റേത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കൃഷ്ണന്റെ ഭാഗം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്താണ്? നാസതോ വിദ്യതേ ഭാവഃ നാ ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ സ്ത്വനയോ തത്വദർശിഭിഃ. തത്വദർശികൾ ഈ സത്യം കണ്ടിട്ടുണ്ട്. ഉള്ളതിന് ഇല്ലായ്മയോ ഇല്ലായ്മയ്ക്ക് ഉണ്മയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയും ഇതൊക്കെ തന്നെയാണ്. നിങ്ങളൊരു 50 കൊല്ലം കൂടെ കാത്തിരിക്കുമെങ്കിൽ, ഒരു 50 കൊല്ലം കൂടെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ സാധിച്ചാൽ ആ 50 കൊല്ലത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ശാസ്ത്രകാരൻ വളരെ വ്യക്തമായി ബുദ്ധന്റെ ഭാഷയിൽ, അല്ലെങ്കിൽ യാജ്ഞവൽക്യന്റെ ഭാഷയിൽ, നചികേതസിന്റെ ഭാഷയിൽ, ഉദ്ദാലകന്റെ ഭാഷയിൽ, മൈത്രേയന്റെ ഭാഷയിൽ, ശുഗന്റെ ഭാഷയിലൊക്കെ സംസാരിക്കും. സംസാരിച്ചേ മതിയാവും. ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 1993 സ്വാമിയുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സെപ്റ്റംബർ മാസത്തില് ഇലിയ പ്രിഗോജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ ശാസ്ത്രകാരൻ, നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭാരതത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹവുമായിട്ടൊരു സംവാദം, സുഹൃത്ത് സംവാദം എന്ന് പേരിൽ ഒരു, ആരാണ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തതെന്ന് സ്വാമി ഓർക്കുന്നില്ല, 1993 അതില് അദ്ദേഹം ഇലിയ പ്രിഗോജിൻ, യൂറോപ്യനാണ്, യൂറോപ്യൻ നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹമായിട്ടുള്ള സംവാദം
അതിൽ അദ്ദേഹം യൂറോപ്യനാണ്, നോബൽ സമ്മാന ജേതാവാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതായത് ഉപനിഷത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, കാരണം ഞങ്ങൾ എന്ന് പറയാൻ തുടങ്ങി ശാസ്ത്രകാരന്മാർ, ഞാൻ എന്നതൊക്കെ വിട്ടു. പണ്ട് ഞാൻ കണ്ടെത്തി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനത് സത്യം കണ്ടെത്തി. ഇന്ന് അതൊക്കെ പോയി. ഇപ്പൊ ഈ ലിയാ പ്രിഗോജിനെ പോലുള്ള ശാസ്ത്രകാരന്മാർ പറയുന്നു, ഉപനിഷത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ, അതായത് ഈ പ്രപഞ്ചം ഒരു ചക്രമായിട്ടായിരുന്നു ഞങ്ങൾ ആദ്യം പ്രപഞ്ചത്തെ പഠിക്കാൻ ശ്രമിച്ചത്. ആ ചക്രത്തെ മാറി നിന്ന് നോക്കുന്ന ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ആ ചക്രത്തിൽ ഉൾപ്പെട്ടതാണെന്ന്. ഇപ്പൊ ഞങ്ങൾക്കറിയാം ഞങ്ങളും കൂടെ അതിൽ ഉൾപ്പെട്ടിരിക്കണു. ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രങ്ങൾ അദ്ദേഹം പറയുകയായിരുന്നു. ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് അങ്ങയെ പോലുള്ള ശാസ്ത്രകാരന്മാരുടെ അടുത്ത പദ്ധതി എന്താണ് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറയാണ്, ഭൗതികതയുടെ മുന്നേറ്റത്തിൽ ചോർന്നുപോയ ആധ്യാത്മികതയുടെ വീണ്ടെടുക്കലാണ് എന്ന്. അതുകൊണ്ട് ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രകാശഗോപുരങ്ങളാണ്. ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പലതും ഋഷിക്ക് വളരെ എന്താ പറയാ, ഋഷി മനസ്സിൽ, അതായത് അദ്ദേഹം പറഞ്ഞത് ഒരു മന്ത്രം, തദ്ദൂരെ തദന്തികെ തദേജതി തത് ന ഏജതി, അതിളകുന്നു അതിളകുന്നില്ല, അത് ദൂരത്താണ് അതടുത്താണ്, അത് സർവസ്യാസ്യ ബാഹ്യത അത് സർവസ്യ അന്തഃ, അതെല്ലാറ്റിന്റെയും പുറത്താണ് എല്ലാറ്റിന്റെയും ഉള്ളിലാണ്. ഒരണുവിനെ കുറിച്ച് പഠിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഈ ഋഷിയുടെ വചനം ഞങ്ങളെ ഏറെ എന്താ പറയാ അത്ഭുതപ്പെടുത്തുന്നു. അപ്പൊ ഇനി ഒട്ടും താമസിയാതെ അവർ ഈ എന്താ പറയാ ഈ ഭാഷ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് നാസദോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്തഃ സ്വനയോ തത്വദർശിഭി. ഭാരതം പണ്ടേക്ക് പണ്ടേ തത്വദർശികൾ ആരാണ് എന്ന് പറഞ്ഞിരിക്കണം, അനുഭവപ്പെടുത്തിയവര്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുറച്ചൊരു അതായത് ഭൗതിക ശാസ്ത്രവും കൂടെ ഈ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ കണ്ടെത്തലുകൾ, എന്താണ് ഈ വിശ്വത്തെ ആധുനിക ശാസ്ത്രകാരൻ എങ്ങനെ നിർവചിച്ചിരിക്കുന്നു, മായ എന്ന് പറയുന്ന വേദാന്തിയുടെ മായയും ശാസ്ത്രകാരൻ അതിനെ കാണുന്നതും ഒക്കെ ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണാനോ കേൾക്കാനോ വായിക്കാനോ ഒക്കെ ഒരു ശ്രമം കൂടെ നടത്തിക്കോളൂ. നല്ലതാ കൂട്ടത്തിൽ. വെറും ഞാൻ രാമായണേ ഭാഗവതേ ഗീതയെ വായിക്കൂ എന്ന് പറഞ്ഞാലൊന്നും കാര്യം ചിലപ്പോൾ പിടികിട്ടില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെയുണ്ട്, ഈ ആധ്യാത്മികവാദികൾ വേറെ ഒരു പുസ്തകവും വായിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അത് മനസ്സിലാവാതെ പോകുന്നത്. അതും കൂടെ വായിച്ചാൽ വേഗത്തിൽ മനസ്സിലാവും. സ്കൂളില് കുട്ടിയോട് എന്തോ കഥ പറഞ്ഞു കൊടുത്തു. കഥ പറഞ്ഞ സമയത്ത് കുട്ടി വീട്ടിൽ വന്നിട്ട് പറയുന്നത് വേറൊരു വിധത്തിലാണ്. അതായത് പുരാണത്തിലെ കഥയാണ്. ഞായറാഴ്ച ബോധവത്കരണ ക്ലാസ്സിൽ വിട്ടതാണ് കുട്ടിയെ. അപ്പോ ധ്രുവന്റെ കഥയാണ് പറഞ്ഞു കൊടുത്തത്. ധ്രുവകുമാരൻ സത്യാന്വേഷണത്തിന് പോയ കഥ. അപ്പൊ കുട്ടി പറഞ്ഞു കൊടുത്തു, എന്താ മോനെ പഠിപ്പിച്ചത് അമ്മ ചോദിച്ചു. എന്താ കുട്ടാ പഠിപ്പിച്ചത് ഇന്ന് അവിടെ? അപ്പൊ പറഞ്ഞു, അമ്മേ ധ്രുവൻ എന്ന് പറഞ്ഞ ഒരു ചെത്തു പയ്യനുണ്ടായിരുന്നു. ആഹാ, അത് ശരി. എന്നിട്ട് അവനും അവന്റെ കുറച്ച് ടീമായിട്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. എന്നിട്ട് അവൻ ഔട്ടായി. അവന് ഭയങ്കര വിഷമായി. എന്നിട്ട് അവൻ പോയിട്ട് അവന്റെ ഡാഡിയുടെ മടിയിൽ കയറിയിരുന്നപ്പം അവന്റെ സെക്കൻഡ് മമ്മി വന്നിട്ട് ഒരൊറ്റ തള്ളു, അവൻ കമഴ്ന്നു വീണു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അമ്മ ചോദിച്ചു, ഇങ്ങനെയാണ് അവിടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്? ഇങ്ങനെയല്ല, പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത്? അയ്യോ അമ്മേ, അവിടെ പറഞ്ഞു തന്നതുപോലെ പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല. അവന് പോലും അറിയാം ഇതെങ്ങനെ കേൾക്കണം, എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ശ്രമം നല്ലതാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ കുറച്ചൊരു ധ്യാനം എന്ന് പറഞ്ഞാൽ സ്വാമി പറയുന്നത് കണ്ണടച്ചു ഇങ്ങനെ ഇരിക്കലല്ല. ഈ ശ്ലോകത്തെ ഒന്ന് മനനം ചെയ്യുക, എന്നിട്ടൊന്ന് ആലോചിക്കുക. ഇതൊക്കെ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. ഇതൊന്നും അറിയാതെ പോയി കഴിഞ്ഞാൽ മുൻപിലേക്ക് പോകുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും.
പിന്നെ എവിടെ വെച്ചാ എന്തൊക്കെയാ എന്താ വെളിപ്പെട്ട് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ഇരിക്കട്ടെ. ഇനി ആ വിഷമത്തിൽ ഇനി അയ്യോ സ്വാമി ഇനിയിപ്പോ ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ, എന്നാ പിന്നെ നാളെ മുതൽ ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചേക്കരുത്. ചൂണ്ടയിട്ട് വന്നോളാം. അത് സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കൊത്തും. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അത് അവിനാശിയാണെന്നറിയൂ. അവിനാശിതു തദ്വിദ്ധി ഏന സർവമിതം തദം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഇതൊക്കെ ഭഗവാൻ അടിസ്ഥാനമായിട്ടുള്ള ആ സത്യത്തെ അങ്ങോട്ട് അനാവരണം ചെയ്തു കൊടുക്കുക. പിന്നെ ഭഗവാൻ വളരെ സാവകാശത്തിൽ പറയുന്നു, യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തിന ഹന്യതേ. ആരാണോ ഇതിനെ കൊന്നുവെന്നും ആരാൽ കൊല്ലപ്പെട്ടുവെന്നും അറിയുന്നത് അവൻ കാര്യമറിയുന്നില്ല. തുടർന്ന് ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. സ്വാമി അങ്ങനെയല്ലല്ലോ. അല്ല, കഠോപനിഷത്തിൽ ഇങ്ങനെയാ. കഠോപനിഷത്തിലെ മന്ത്രം ഭഗവാൻ അതുപോലെ അവതരിപ്പിക്കുക. കഠോപനിഷത്തിൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത്. വ്യത്യാസമൊന്നുമില്ല, അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. കഠോപനിഷത്തില് എന്താ രണ്ടാം വല്ലിയില് 18ാമത്തെ മന്ത്രം ആണ് എന്ന് തോന്നുന്നു. 17, 19. അപ്പൊ ഉപനിഷത്താണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്നു. അപ്പൊ വ്യാസഭഗവാൻ ഉപനിഷത്തിനെ ഭഗവത്ഗീതയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെയൊക്കെ വെച്ച് ഒന്ന് രഥകൽപ്പനയൊക്കെ മനസ്സിലാക്കാൻ ശ്രമം നടത്തിയാൽ നല്ലതാണ്. അപ്പൊ കഠോപനിഷത്ത് ഭഗവത്ഗീതയുമായി ചേർന്നിരിക്കുന്നു എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം ഇതാണ്. അപ്പൊ എന്തായാലും ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു എന്ന ഋഷിയുടെ കണ്ടെത്തൽ വ്യാസഭഗവാനെ സ്വാധീനിച്ചിരിക്കാം.